ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏറ്റവും സുപ്രധാനമായിട്ട് ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ ലൈഫിൽ ത്രൂ ഔട്ട് ഉടനീളം തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ നോഹൗ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പക്ഷേ നേരിടാൻ സാധ്യതയുള്ള കുറച്ച് ടെൻഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴേ ആ ടെക്നിക്കൽ നോഹൗ നേടിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് കണ്ടു തുടങ്ങുന്നതിന് മുന്നേ തന്നെ DND മോഡ് ഓണാക്കിയിട്ട് മാത്രം ക്ലാസ് കണ്ടു തുടങ്ങുക. അതിനോടൊപ്പം പരീക്ഷയുടെ ആസ്പെക്ട് നോക്കുമ്പോഴത്തേക്കും അവസാനം വരുന്ന 100ഓളം ചോദ്യങ്ങളാണ്. 100ഓളം ചോദ്യങ്ങൾ നിങ്ങളുടെ ചോദിക്കും. ആ 100ഓളം ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ പറയണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്ന വേഗതയിൽ തന്നെ നിങ്ങൾ എഴുതിയെത്തണം. എലിമിനേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യണം. എലിമിനേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ എത്തില്ല കേട്ടോ. എങ്ങനെയാണെന്ന് പഠിച്ചാൽ പോരാ, നമുക്ക് കോൺഫിഡൻസ് വേണം. ഒരു ചോദ്യം കാണുമ്പോഴത്തേക്കും ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ ഉത്തരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണം, ബിൽഡ് ചെയ്യണം മക്കളെ. അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെന്ന് ഒരു 10-50 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ എൻ്റെ പിള്ളേർ ഞൊടിയായിട്ട് കയറി വരും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ. ബ്രീഡിംഗ് ആണ്. ബ്രീഡിംഗ് പാർട്ട് 4 ഇൻസമിനേഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഹീറ്റ് ആണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതായത് സർവീസിൽ കയറി ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷവും ചില ആൾക്കാർക്ക് ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്നൊരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ്. അപ്പോൾ ആ മേഖല മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സർവീസിൽ ശോഭിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് വീഡിയോ വരെ കാണിച്ചു തരും, എങ്ങനെയാണ് സർവീസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ വരെ കാണിച്ചു തരും. അതുപോലെ ഇത് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റി കാരണമാകുമെന്ന കാര്യം 200% കണ്ണി ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ലതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി നല്ലതിന് വേണ്ടി തന്നെ ആയി വരണമല്ലേ? വരണ്ടേടാ ഒരു ദൈവികത വേണ്ട നമ്മുടെ പ്രവൃത്തിയിൽ വേണമല്ലേ? അത് വേണം. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ക്ലാസ് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഡിറ്റക്ഷൻ ഓഫ് ഹീറ്റും അതുപോലെ ഇൻസമിനേഷനും ആണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. എന്താണ് സർവീസ് പീരീഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സർവീസ് പീരീഡ് വേറെ സ്ഥലം പഠിക്കും, എന്നാലും ഇവിടെയും അത് ഉൾപ്പെട്ട് വരുന്നുണ്ട്. അതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് റെക്ടോ വജനൽ മെത്തേഡ് ഓഫ് എ കമ്പയർഡ് ടു സ്പെക്കുലം മെത്തേഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിഫേർഡ് സൈറ്റ് ഓഫ് ഡെപ്പോസിഷൻ ഓഫ് സെമൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കോമൺ എ മെത്തേഡ് യൂസ് ഇൻ കാറ്റിൽ. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസിൻ്റെ പ്രത്യേകത, ഈ ക്ലാസിൻ്റെ എല്ലാ ടോട്ടൽ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റിന് ഉപരിയായിട്ട് ഉൾപ്പെടുന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കല്ല ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം പറയുമ്പോഴത്തേക്കും നമ്മുടെ സിലബസ് മാറിയതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 19 മാർക്കിൻ്റെ ഏരിയ നമുക്ക് എന്തായിട്ട് വന്നിട്ടുണ്ട്, ആഡ് ഓൺ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ പലത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് DFEയുടെ ആണെന്നുണ്ടെങ്കിലും മറ്റ് ഇതര വെറ്റിനറി സർജന്മാരുടെയൊക്കെ ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് മാത്രമേ അതിൻ്റെ ആൻസർ പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ പറ്റാറുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള റിസർച്ച് കൂടെ കണ്ടെത്തി അതുപോലെ നിങ്ങൾക്ക് തരേണ്ട സാധനങ്ങൾ എല്ലാം തന്ന് 100ൽ 100 മാർക്കിനും പഠിപ്പിച്ചു പോകുന്ന പരിപാടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ തരുന്ന കാര്യം വ്യക്തമായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ 100-110 ക്വസ്റ്റ്യൻ തരും നിങ്ങൾക്ക്. ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കുക. പ്രാക്ടീസ് ഡു അല്ലേ, പിന്നെയും ചെയ്ത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ചെയ്തുകൂടെ നമുക്ക്? ചെയ്തുകൂടെ? പവറല്ലേ? ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മൾ ഡിറ്റക്ഷൻ ഓഫ് ഹീറ്റ് ആണ് നോക്കുന്നത്. ഹീറ്റ് ഡിറ്റക്ഷൻ അല്ലേ? ആ ഹീറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചധികം വഴികളുണ്ട്. ഇച്ചിരി ലെങ്തി ആയിരിക്കും ക്ലാസ്, ഡോണ്ട് വറി. ഓക്കെ, വെൻ കൗസ് ആൻഡ് ബഫലോസ് ആർ കൺഫൈൻഡ് ടു എ പ്ലേസ് ഈസ്ട്രസ് എക്സ്പ്രഷൻ ഈസ് നോട്ട് ഇൻറ്റൻസ്. ഇതൊരു പ്രശ്നമാണ്. നമ്മുടെ ഫാമുകളിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരു സ്ഥലത്ത് കെട്ടിയിട്ടേക്കുമ്പോഴത്തേക്കും അതിന് ഈസ്ട്രസ് ഉണ്ടായാലും അതിനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള കാര്യം അത്ര കണ്ട് നടപടിയാകുന്ന കാര്യമില്ല. അതേസമയം അഴിഞ്ഞു നടക്കുന്ന അനിമൽസ് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്റ്റാൻഡിങ് ഹീറ്റ് കാണിക്കും, മൗണ്ടിങ് അതർ അനിമൽസ് കാണിക്കും. നമുക്ക് ഭയങ്കരമായിട്ടത് എക്സ്പ്രസ് ചെയ്യും, ഭയങ്കര ബെലോയിങ് ആയിരിക്കും. അപ്പോൾ അത് ആ കൂട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഹേർഡ് അനിമൽസ് ആണല്ലോ ഇതെല്ലാം. ഒരു ഹേർഡായിട്ട് നടക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള നാച്ചുറൽ ബിഹേവിയർ പ്രകടിപ്പിക്കും. പക്ഷേ ഇവിടെ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിറ്റക്ഷൻ ഓഫ് ഹീറ്റ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഒരു ഫാമിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൃത്യമായി റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു ഫാമിൻ്റെ പൈസ പോകുന്ന സ്ഥലങ്ങൾ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫെർട്ടിലിറ്റി. അത് തടയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം, ഹീറ്റ് ഡിറ്റക്ഷൻ കറക്റ്റ് ആവണം, AI ടെക്നിക്ക് കറക്റ്റ് ആവണം. ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ അത് കൃത്യമായിട്ട് ചെയ്യണം, ഇൻഫെർട്ടിലിറ്റി കുറയ്ക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ തീറ്റ ചെലവ് കൃത്യമായിട്ട് നിയന്ത്രിക്കണം.
മനസ്സിലായില്ലേ? മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മാസ്റ്റേറ്റീസിൻ്റെ നിയന്ത്രണം. മാസ്റ്റേറ്റീസ് ഈ 3 കാര്യങ്ങൾ നന്നായിട്ട് നോക്കിക്കൊണ്ട് പോകുന്ന ഒരു ഫാമിനെ സംബന്ധിച്ചിടത്തോളം ലാഭത്തിൽ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ 3 കാര്യങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാം നഷ്ടത്തിൽ പോകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഒരു വ്യക്തി ഒരു ഫാം എന്ന ആശയമായി നിങ്ങളുടെ അടുത്ത് വരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫാം നഷ്ടത്തിലാണ് പോകുന്നത്, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കേണ്ട സജഷൻസ് ഈ 3 മേഖലകളിലാണ് പ്രധാനമായിട്ടും. തീറ്റ ചെലവ്, 2 ഹീറ്റ് ഡിറ്റക്ഷൻ, അതുപോലെ കൃത്യമായ എയർ ടെക്നിക്ക്, അടുത്തത് മാസ്റ്റേറ്റീസിൻ്റെ നിയന്ത്രണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്ലാനാണ് ഒരു നമ്മുടെ ഒരു ഡയറി ഫാം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അപ്പോൾ ആ പ്രോജക്റ്റിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. നോക്കാം. അപ്പോൾ ഇവിടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിറ്റക്ഷൻ ഓഫ് ഹീറ്റ് അല്ലേ. സംടൈംസ് ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ആൻഡ് മേ ഈവൻ ഗോ അൺനോട്ടീസ്. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാം ഇങ്ങനെ നമ്മളൊരു ഫാമിൽ കെട്ടിയിട്ടേക്കുന്ന അനിമൽസിനെ സംബന്ധിച്ചല്ലേ. അതുപോലെ എന്താണ്, ടീസർ ബുള്ളിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടീസർ ബുൾ എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് വാസക്ടമൈസ്ഡ് ബുൾസിനെയാണ് പ്രധാനമായും ടീസർ ബുൾസ് എന്ന് വിളിക്കുക. അത് താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ്? അതിന് ഹീറ്റുള്ള അനിമലിനെ കണ്ടെത്താനുള്ള ഒരു ശേഷിയുണ്ട് അല്ലേ. അതുപോലും ചില സമയങ്ങളിൽ ഡിറ്റക്റ്റ് ചെയ്യപ്പെടാതെ പോകാം. ഓക്കെ. അതുപോലെ തന്നെ വീക്ക് ഈസ്ട്രസ് ആക്ടിവിറ്റി ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു പ്രൊഡക്ടിവിറ്റി ആൻഡ് ജനറ്റിക് മേക്കപ്പ് ഓഫ് ദ കൗ ഓർ ബഫല്ലോ. കണ്ടോ, അതിൻ്റെ എന്താണ്, പ്രൊഡക്ടിവിറ്റിക്കും ജനറ്റിക് മേക്കപ്പിനും പോലും ഈ ഈസ്ട്രസ് ആക്ടിവിറ്റി വീക്കാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്ക്. അവിടെ ചോദ്യങ്ങളുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും. നോക്കാം. ഇഫ് ദ കൗ ഓർ ബഫല്ലോ ഈസ് അണേബിൾ ടു കൺസീവ് അറ്റ് ദ ആപ്റ്റ് ടൈം, there will be an increase in the open period അല്ലെങ്കിൽ സർവീസ് പീരീഡ് എന്ന് വിളിക്കാം. ഈ വാക്ക് നിങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ. എന്താണ് ഓപ്പൺ പീരീഡ്? അപ്പോൾ എന്താണ് ഓപ്പൺ പീരീഡ്? ഇൻ ബിറ്റ്വീൻ കാവിങ് അല്ലേ. ഇൻ ബിറ്റ്വീൻ സക്സസ്ഫുൾ കാവിങ്ങുള്ള പീരീഡ് എന്ന് വിളിക്കുക, ഓപ്പൺ പീരീഡ് എന്ന് വിളിക്കുക. നോക്കാം നമുക്കത്. ഈ ഓപ്പൺ പീരീഡ് എന്നുള്ള വാക്ക് നിങ്ങൾ മറക്കാതെ പഠിച്ചു വെച്ചോണം കേട്ടോ. കാരണം സർവീസ് പീരീഡിന് പകരം അത് ഓപ്പൺ പീരീഡിന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഓപ്പൺ പീരീഡ് അല്ലെങ്കിൽ എന്താണ്, സർവീസ് പീരീഡ് കൂടുന്നതിന് കാരണമാകും. മനസ്സിലായില്ലേ? എന്താ സർവീസ് പീരീഡ്? ഒരു പശു കാവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സക്സസ്ഫുൾ ആയിട്ട് സർവീസ് അല്ലേ, അതുവരെ, അതായത് സക്സസ്ഫുൾ വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക സർവീസ് പീരീഡിൽ ഓപ്പൺ പീരീഡ് എന്ന് വിളിക്കുക കേട്ടോ. അതായത് കൃത്യമായിട്ട് നമുക്ക് കറക്റ്റ് സമയത്ത് കൺസീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓപ്പൺ പീരീഡ് കൂടിപ്പോവും. അങ്ങനെ കൂടിപ്പോയാൽ കൃത്യമായിട്ട് നമ്മുടെ കാവിങ് നടക്കത്തില്ല, പാലിൻ്റെ പ്രൊഡക്ഷൻ കുറയും അല്ലേ, വലിയ പ്രശ്നമാണ്. അത്രയും കാലം നമ്മൾ അധികം തീറ്റ എടുക്കേണ്ടി വരും. നോക്കാം. ആസ് ദ ഓപ്പൺ പീരീഡ് ഇൻക്രീസസ് കാവിങ് ഇന്റർവൽ ആൾസോ ഇൻക്രീസസ്. അത് ഞാൻ പറഞ്ഞു തരാം, താഴെ കാണിച്ചു തരും. കാവിങ് ഇന്റർവൽ 2 സക്സസ്ഫുൾ കാവിങ്ങിന് ഇടയിലുള്ള സമയമാണ്. അപ്പോൾ ഓപ്പൺ പീരീഡ് കൂടുന്നതനുസരിച്ച് കാവിങ് പീരീഡ് കൂടും. നിങ്ങൾ നോക്കിയേ, ഈ പടം നോക്കിയേ. എന്താ ഇതിനകത്ത് ഒരു വർഷമാണ് കാണിച്ചിരിക്കുന്നത്, ഇവിടെ കാവിങ്. അപ്പോൾ ഇന്റർ കാവിങ് പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത കാവിങ് വരെയുള്ള സമയമാണ്. ഇതാണ് ഇന്റർ കാവിങ് പീരീഡ്. അപ്പോൾ എന്താ ഇതാണ് ഓപ്പൺ ഓർ സർവീസ് പീരീഡ്. കാവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസമിനേഷൻ എന്ന് നടക്കണം, 85 ദിവസത്തിന് ഉള്ളിൽ നടക്കണം എന്നാണ് കേട്ടോ. 85 ദിവസത്തിന് ഉള്ളിൽ നടക്കണം. പിന്നെ എത്ര ജസ്റ്റേഷൻ പീരീഡ്? 280 ദിവസം നമുക്ക് കൂട്ടാം. 280 അല്ല 285 വരും. അപ്പോൾ അത് 5 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ജസ്റ്റേഷൻ പീരീഡ് എന്നാണ്. ഇവിടെ എന്താണ്, കാവിങ്, അടുത്ത ഇൻസമിനേഷൻ. കാവിങ് തൊട്ട് ഇൻസമിനേഷൻ വരെ എത്ര? 85 ദിവസം നിർത്തണം. നമ്മുടെ പുതിയ ടെക്സ്റ്റിലുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ചിത്രമാണത്, നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇൻസമിനേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ അടുത്ത കാവിങ് വരെ ഉള്ളതാണ് ജസ്റ്റേഷൻ പീരീഡ്. മനസ്സിലായി? അപ്പം എത്ര ലാക്ടേഷൻ പീരീഡ്? ലാക്ടേഷൻ പീരീഡ് 305 ദിവസം സ്റ്റാൻഡേർഡ് ലാക്ടേഷൻ പീരീഡ്. ഇവിടെ വെച്ച് ഡ്രൈ ചെയ്യും. പിന്നെ 60 ദിവസം. അപ്പോൾ 360 ദിവസം മൊത്തം ആയില്ലേ, 60 ദിവസം ഡ്രൈ പീരീഡ്. അപ്പോൾ ഇന്റർ കാവിങ് പീരീഡ് അല്ലെങ്കിൽ കാവിങ് ഇന്റർവെൽ 365 ദിവസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫാമിന് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ 1.5 വർഷത്തിലേക്ക് പോകാറുണ്ട്. കാരണം അത്രയേ ഉള്ളൂ, ഓപ്പൺ പീരീഡ് കൂടുന്നു, നമ്മുടെ ടെക്നിക്ക് ചിലപ്പോൾ ക്ലിയർ ആകുന്നില്ല, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി വർദ്ധിക്കുന്നു, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഇതിനിടയ്ക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ കാരണങ്ങളാൽ ഇതിലൊരിക്കലും മാറ്റം വരത്തില്ല. മനസ്സിലായില്ലേ? ഇല്ല, എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻസമിനേഷൻ, നമ്മുടെ ഈ ജസ്റ്റേഷൻ പീരീഡും ഡ്രൈ പീരീഡും ഒന്നും മാറ്റം വരത്തില്ല. വിഷയം വരുന്ന ഈ ഭാഗത്താണ്. മനസ്സിലായില്ലേ? ഈ ഭാഗം എത്രത്തോളം ഷോർട്ടാക്കി നിർത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഈ പരിപാടി വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് അല്ലേ. As a result, the profitability of a dairy farm also decreases drastically. അപ്പോൾ ഓപ്പൺ പീരീഡിൻ്റെ അല്ലെങ്കിൽ സർവീസ് പീരീഡിൻ്റെ ഇമ്പാക്റ്റ് ഒരു ഫാമിൻ്റെ
ഫാമിൻ്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെ ബാധിക്കുന്നു എന്നൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും? ഇൻക്രീസ് ഇൻ ഓപ്പൺ പീരീഡ് അല്ലേ. ഓപ്പൺ പീരീഡ് വർദ്ധിക്കുന്നത് ഫാമിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് വരുന്നത്. ഇനി നോക്കാം, ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് എ ഈസ് നോട്ട് എ പോപ്പുലർ മെത്തേഡ് ബിക്കോസ് ഓഫ് ഇൻഎഫിഷ്യൻറ്റ് ഡിറ്റക്ഷൻ. ഹീറ്റ് ഡിറ്റക്ഷൻ ക്യാൻ ബി സക്സസ്ഫുൾ ഓൺലി ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഇത്രയും കണ്ടീഷൻസ് കൃത്യമായി പാലിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഹീറ്റ് ഡിറ്റക്ഷൻ വ്യക്തിയായിട്ട് പോസിബിൾ ആകത്തുള്ളൂ. പലപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്, കാരണം ഹീറ്റ് ഡിറ്റക്ഷൻ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. ആക്യുറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കൗസ് ആൻഡ് ബഫലോസ്. ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആക്യുറേറ്റ് ആവണം. നമുക്കിപ്പോൾ ഉണ്ടല്ലേ, ഐഡൻറ്റിഫിക്കേഷൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ മെയിൻ്റനൻസ് ഓഫ് ബ്രീഡിംഗ് റെക്കോർഡ്സ്. നമ്മുടെ സർക്കാർ ഫാമിലും അല്ല വലിയ ഫാമിലൊക്കെ ഉറപ്പായിട്ടും ബ്രീഡിംഗ് റെക്കോർഡ്സ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. ബ്രീഡിംഗ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് ഡിറ്റക്ഷൻ എളുപ്പമായിട്ട് വരും. കാര്യം എന്താ, ഒരു പശു ഇന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇൻവല്യൂഷൻ പീരീഡ്, ഇൻവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ് വലിയുന്നൊരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെന്താണ്, അടുത്ത ഹീറ്റ് പീരീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അല്ലേ, ഇന്ന ഡേറ്റിൽ അത് ഹീറ്റ് ആവാൻ സാധ്യത. ആ സമയത്ത് പോയി ക്ലോസ് എക്സാമിനേഷൻ ചെയ്താൽ നമുക്ക് ഹീറ്റിൽ വരും. അത് മനസ്സിലായില്ലേ? അപ്പോൾ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നമ്മൾ ഇനി പശു നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഒരു 20, 30, 100 പശുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ പശു പ്രസവിച്ചിട്ട് ഇത്ര നാളായി അല്ലേ, ഇത്രയും ദിവസമായി, ഇത് ഹീറ്റിൽ വരാൻ സാധ്യത ശ്രദ്ധിച്ചോണം. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്, ബ്രീഡിംഗ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ. അതുപോലെ പ്രസൻസ് ഓഫ് ട്രെയിൻഡ് പേഴ്സണൽസ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നോഹമുള്ള ആൾക്കാരുടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ഡിറ്റക്ഷൻ ഓഫ് ഹീറ്റ് നടക്കത്തുള്ളൂ. അതുപോലെ സ്പെൻഡിങ് സഫീഷ്യൻറ്റ് ടൈം ടു ഒബ്സർവ് ഈസ്ട്രസ് സൈൻസ് ഇൻ ക്യാറ്റിൽ അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഈസ്ട്രസ് സൈൻസ് ഒബ്സർവ് ചെയ്യാൻ ആവശ്യത്തിന് സമയം ചിലവാക്കുകൂടി വേണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സക്സസ്ഫുൾ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ആയിട്ട് നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സംഗതി നമ്മൾ നേരത്തെ മനസ്സിലാക്കി എന്താണെന്നുള്ള കാര്യം. ഇന്റർ കാവിംഗ് പീരീഡ് ബിറ്റ്വീൻ 2 സക്സസീവ് കാവിംഗ്. ശ്രദ്ധിക്കൂ, ഈ ഇന്റർ കാവിംഗ് പീരീഡ് ഈ സർവീസ് പീരീഡിന് അതിൽ വരുന്ന വ്യത്യാസമല്ലാതെ ഒരു സിനാറിയോയിലും ഇത് കൂടാൻ സാധ്യതയുണ്ടെന്നറിയാവോ? എന്താ ഓപ്പൺ പീരീഡിൽ സർവീസ് പീരീഡ് ബിറ്റ്വീൻ കാവിംഗ് ആൻഡ് സക്സസ്ഫുൾ ഇൻസെമിനേഷൻ, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഇൻസെമിനേഷൻ വരെയാണ് എന്തെന്ന് വിളിക്കുക? ഓപ്പൺ പീരീഡ് സർവീസ് പീരീഡ് എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെ ആയി, അത് എന്തായി? ഫെർട്ടിലൈസ് ആയി. ഒരു 3.5 മാസം കഴിഞ്ഞ് അബോർഷൻ വന്നു വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഓപ്പൺ പീരീഡ് കൂടാതെ തന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വർധന ഉണ്ടാവും കേട്ടോ. അതാണ് ആകെ ഒരു കണ്ടീഷൻ, അല്ലാത്ത കണ്ടീഷനൊന്നും ഈ വ്യത്യാസം ഉണ്ടാകത്തില്ല. പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈസ്ട്രസ് ഡിറ്റക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാം. പുതിയ ടെക്സ്റ്റിലുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്സർവേഷൻ ആണ് കൊടുത്തിരിക്കുന്ന ഒരു സംഗതി. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നിരീക്ഷണം അല്ലേ. നമ്മൾ പശുവിനെ നിരീക്ഷിക്കണം. എപ്പോഴൊക്കെ നിരീക്ഷിക്കണം? ഒന്ന്, നമുക്ക് ബ്രീഡിംഗ് ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഒന്നെന്ന് പറയുമ്പോൾ തന്നെ എന്നത് പ്രസവിച്ചു അല്ലേ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് ഇൻസെമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഹീറ്റ് ചെയ്തു, അപ്പോൾ അടുത്ത ഹീറ്റിൽ അത് അല്ലെങ്കിൽ അടുത്ത ഹീറ്റ് പീരീഡ് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ കൺസീവ് ആയി എന്നുണ്ടെങ്കിൽ അടുത്ത ഹീറ്റ് കാണിക്കാൻ സാധ്യത കുറവാണ്. ജസ്റ്റേഷണൽ ഹീറ്റ് കാണിക്കുന്ന ആനിമൽസ് ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് ഹോർമോണിൻ്റെ ചില വ്യത്യാസങ്ങൾ മൂലം ജസ്റ്റേഷനുള്ള സമയത്തും, അതായത് ഒരു ആനിമൽ പ്രഗ്നൻ്റ് ആണെങ്കിൽ കൂടിയും ഹീറ്റ് കാണിക്കുന്ന ആനിമൽസ് ഉണ്ട്. അത് എക്സെപ്ഷനാണ് കേട്ടോ. പക്ഷെ അല്ലെങ്കിൽ നോർമലി അത് ഹീറ്റ് കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ ആനിമൽസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒബ്സർവ് ചെയ്യാൻ പറയാം. 2 ദിവസം രാവിലെയും വൈകുന്നേരവും ഒബ്സർവ് ചെയ്യാൻ പറയാം. 2 CCTV ക്യാമറ ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഒബ്സർവേഷൻ നിർവഹിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ. അടുത്തത് ഡിറ്റക്ടർ ഓൺ ടീസർ. അതായത് ടീസർ ബുള്ളുകൾ നമ്മൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലേ, ടീസർ ബുള്ളുകൾ ഉപയോഗിക്കും. അപ്പോഴത്തേക്കും ടീസർ ബുൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2-3 തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് വാസക്ടമൈസ്ഡ് ബുൾസിനെ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബുള്ളോക്കുകളെ ഈസ്ട്രജൻ ട്രീറ്റ്മെൻറ്റ് വിധേയമാക്കി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആൻഡ്രജനായിട്ട് വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുള്ള മച്ചി പശുക്കളുണ്ടായിരിക്കും, അതിനെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനെല്ലാം നമുക്ക് ടീസറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ടീസർ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ടീസർ ഇങ്ങനെ ഓടി നടക്കും, കാണുന്നതിനൊക്കെ അല്ല, ഹീറ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നതിനൊക്കെ അത് കയറി ഇങ്ങനെ മൗണ്ട് ചെയ്തിട്ടങ്ങ് പോകും. അപ്പോൾ ആ മൗണ്ട് ചെയ്യുന്ന പരിപാടി നമുക്കൊരു 10, 20, 100 ഫാമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ ഇവൻ ബൗണ്ട് ചെയ്ത് അവങ്ങ് പോകും. അത് ഏതിനെയാണ് മൗണ്ട് ചെയ്യുന്നത് മനസ്സിലാക്കണം അല്ലേ. ഇതാണ് നോക്കാം. അപ്പോൾ ഒരു ഡിറ്റക്ടർ നമ്മൾ അറ്റാച്ച് ചെയ്യണം. ഈ ടീസറിന് നമ്മൾ ഡിറ്റക്ടർ കൊടുക്കുകയാണ്. എന്താ ഡിറ്റക്ടർ? ഇവൻ മൗണ്ട് ചെയ്തും നമുക്ക് അറിയാൻ പാകത്തിന് അല്ലേ. ഒന്ന് ചിൻബാൾ ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ചിന്നിൻ്റെ അടിയിൽ ഒരു ബാൾ പെൻ പോലെ ഡിവൈസ് ഉണ്ട്. ഇത് മൗണ്ട് ചെയ്തിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ഈ ബാൾ പെൻ പോലെ അതിനകത്ത് മഷി ഉണ്ടാവും, ഒരു വര വീഴും.
മനസ്സിലായി? അത് ചിൻബാൾ ഡിവൈസ്. അടുത്ത ഗ്രീസ്, ഈ ബ്രിസ്ക്കറ്റിൻ്റെ ഏരിയയിൽ ഗ്രീസ് തേച്ച് വിടുക. അപ്പോൾ അത് ഏതിനൊക്കെ മൗണ്ട് ചെയ്യുന്നു അതിൻ്റെ എല്ലാം മുകളിൽ ഗ്രീസിൻ്റെ പാടുണ്ടായിരിക്കും. അല്ലെങ്കിൽ കോളർ, ഇതെല്ലാം ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻ്റാണ്. മഷി അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ്റൊക്കെ വെച്ചിട്ട് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്ന ആർക്കാ, അല്ലെങ്കിൽ ഈ ഡിവൈസ് കൊടുക്കുന്ന ആർക്കാ? ടീസറിനാണ് ഈ ഡിവൈസ് കൊടുക്കുന്നത്. ഇനി എന്താ? ഡിറ്റക്ടർ ഓൺ കൗസ് ആൻഡ് ബഫലോസ്. കൗസിന് ഡിറ്റക്ടർ കൊടുക്കുകയാണ്. ഉദാഹരണം ടെയിൽ പെയിൻറ്റിങ്. അതായത് ടെയിൽ പെയിൻറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വാലിൻ്റെ മുകളിൽ കുറച്ച് പെയിൻറ്റ് തേച്ച് വെച്ചേക്കും. അതായത് ഹീറ്റ് സംശയിക്കുന്ന മുകളിൽ വാലിൻ്റെ മുകളിൽ പെയിൻറ്റ് തേച്ച് വെച്ചേക്കും. അപ്പോഴത്തേക്ക് യോം വന്ന് മൗണ്ട് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് ആ പെയിൻറ്റ് ആര് തുടച്ചുകൊണ്ട് പോകും? ഇവൻ തുടച്ചുകൊണ്ട് പോകും. അപ്പോൾ പെയിൻറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ മൗണ്ട് ചെയ്ത അടയാളം കിട്ടി. അപ്പോൾ ആ ഡിറ്റക്ടർ ആരുടെ മേലെ വെച്ചേക്കുന്നത്? കൗവിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. മറ്റേ ഈ പറഞ്ഞ ചിൻബാൾ ഡിവൈസ്, ഗ്രീസ് ആൻഡ് കോളർ ആർക്കാ കൊടുക്കുന്നത്? പോകുന്ന ടീസറിനാണ് കൊടുക്കുന്നത്. ഇനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് കമാർ, ഹീറ്റ് മൗണ്ട് ഡിറ്റക്ടർ എന്ന് പറയുന്ന സാധനം. ഇത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയി കേട്ടോ. മറ്റത് ഇത്രയും പറഞ്ഞ സാധനങ്ങളെല്ലാം ഇവൻ വന്ന് മൗണ്ട് ചെയ്താൽ പക്ക, മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പക്ക ഈ സാധനം എല്ലാം അടയാളം വീഴും. മനസ്സിലായില്ലേ? പക്ഷേ എന്താ, ഹീറ്റ് മൗണ്ട് ഡിറ്റക്ടർ പ്രത്യേകതയുണ്ട്. കാര്യം ഇത് നേരെ വെക്കുന്നത് ദേ ഈ ഭാഗത്താണ്, ഇതിൻ്റെ ഈ നടുഭാഗത്താണ്. മനസ്സിലായ? ആ നടുഭാഗത്ത് ഇതിൻ്റെ ബ്രിസ്ക്കറ്റ് വന്ന് അമരുന്ന സ്ഥലമാണ്. അവിടെ ഇത് മഷിയല്ല സംഗതി, അതിൻ്റെ പ്രഷർ ഡിറ്റക്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന സാധനമാണ് കമാർ എന്ന് പറയുന്ന സാധനം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മൗണ്ട് ചെയ്തിട്ട് പോയാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് വീഴും. പക്ഷേ ഇത് സ്റ്റാൻഡിങ് ഹീറ്റ് ആണോ എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സഹായിക്കും. കാര്യം എന്താ? സ്റ്റാൻഡിങ് ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റവൻ മൗണ്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും? ഇങ്ങനെ നിന്ന് കൊടുക്കും അല്ലേ? അങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രമേ ആവശ്യമായ സമയത്തിന് നല്ലൊരു പ്രഷർ ഈ പറയുന്ന ഡിവൈസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളർ ചുവപ്പായിട്ട് മാറും. അപ്പോൾ അത് സ്റ്റാൻഡിങ് ഹീറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ്. ഇന്ത്യയിൽ ഞാൻ അത് ഉപയോഗിച്ച് കണ്ടിട്ടില്ല, വിദേശ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ. ഒന്ന് ഒബ്സർവേഷൻ, രണ്ട് ഡിറ്റക്ടർ ഓൺ ടീസർ, രണ്ട് ഡിറ്റക്ടർ ഓൺ കൗസർ. അടുത്തൊന്നാണ് ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. സാധാരണ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഹീറ്റ് പീരീഡിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നോക്കാം. വജൈനൽ pH ചെറിയ വ്യത്യാസം ഉണ്ടാകും, ബോഡി ടെമ്പറേച്ചർ ചെറുതായിട്ട് വർദ്ധിക്കും, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കര വെകിളി പിടിച്ച് നടക്കും, ബ്ലഡ് ഓർ മിൽക്ക് പ്രൊജസ്ട്രോൺ ലെവൽ, ബ്ലഡിലെ മിൽക്കിലെ പ്രൊജസ്ട്രോൺ ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ സെർവൈക്കൽ മ്യൂക്കസ് പാറ്റേൺ സ്ട്രിഞ്ചി ആയിട്ട് വലിഞ്ഞ് വരും, മുട്ടയുടെ വെള്ള പോലെ വരും. അതുപോലെ യൂട്രൈൻ ടോൺ, നമ്മൾ കൈയിട്ട് പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂട്രസ് നല്ല ടോൺ ഉണ്ടാകും. ടോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, എന്താണ്, ഒരു ബലൂണിനകത്ത് വെള്ളം നിറച്ച് വെച്ചതുപോലെ അതിങ്ങനെ നല്ലൊരു ടർജിഡിറ്റി ഉണ്ടാവുമായിരിക്കും. മനസ്സിലായില്ലേ? യൂട്രൈൻ ടോൺ വെച്ച് നമുക്കറിയാൻ പറ്റും. മിൽക്കിംഗ് പാർലറിലെ പ്രത്യേക ബിഹേവിയർ വെച്ച് നമുക്കറിയാൻ പറ്റും. മിൽക്ക് ഈൽഡ് ഉറപ്പായിട്ടും ഹീറ്റിൻ്റെ അവിടുന്ന് കുറയും. അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ഈസ്ട്രസ് മ്യൂക്കസ്, അല്ലെ? ഈസ്ട്രസ് മ്യൂക്കസിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇവിടെ നോക്കാറില്ല. അതിനകത്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ അയോൺസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടക്ടിവിറ്റി വർദ്ധിക്കും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതൊന്നും എവിടെയെങ്കിലും എഴുതി വിട്ട് ചോദിക്കണം കേട്ടോ. കാരണം ഒരു പക്ഷേ നമ്മുടെ പഴയ ടെക്സ്റ്റിൽ നിന്ന് അല്ലാതെ ഒരു പുതിയ ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന മേഖലയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ സാധനമാണ്. ഹീറ്റ് മൗണ്ട് ഡിറ്റക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സാധനം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഇനി ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അതായത് ഡിറ്റക്ടർ ഓൺ ടീസറിൽ പെടുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെയിൽ പെയിൻറ്റിങ് വരത്തില്ല, അതുപോലെ കമാറും വരത്തില്ല, ചിൻബാൾ ഡിവൈസ് വരും, ഗ്രീസ് വരും, കോളർ വരും. ഇനി ഡിറ്റക്ടർ ഓൺ കൗസിൽ പെടുന്ന ഏത്? ടെയിൽ പെയിൻറ്റിങ് വരും, കമാർ വരും, അല്ലെങ്കിൽ ഹീറ്റ് മൗണ്ട് ഡിറ്റക്ടർ വരും, അല്ലേ? ഇതൊന്നും വരത്തില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ കാര്യം നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഡോണ്ട് വറി. ഇനി ഇതിൻ്റെ ഒബ്സർവേഷൻ എങ്ങനെയൊക്കെയാണ് ഒബ്സർവ് ചെയ്യണമെന്ന് നോക്കാം. Maximum estrus activity occurs from 6 p.m. to 6 a.m. and during cooler parts of the day when farm animals including cows and buffaloes are more active. നമ്മുടെ കാരണം വേറെ ഒന്നുമില്ല, ബാക്കിയുള്ള സമയത്തെല്ലാം നമുക്ക് ഇഷ്ടം പോലെ പരിപാടി ഉണ്ടായിരിക്കും അല്ലേ? 6 മണി കഴിഞ്ഞാൽ മിൽക്കിങ് കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് തീറ്റ കൊടുത്തു, അതിനെ കുളിപ്പിക്കുന്നു, അവിടെ ആൾക്കാർ നിന്ന് പെരുമാറുന്നു, അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് പിന്നെ തീറ്റ കൊടുക്കുന്നു, അല്ലേ? പുല്ലിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടിയാണ് പകൽ സമയത്ത് മൊത്തം. അപ്പോൾ ഇവരുടെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കപ്പെടുന്ന രാത്രിയാണ്. Maximum estrus activity occurs from 6 p.m. to 6 a.m. and during cooler parts of the day when farm animals including cows and buffaloes are more active. ഈ സമയത്താണ് അവർ കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. Observation must be carried out for at least 30 minutes at a stretch 2 to 3 times a day. ഒരു 30 മിനിറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല.
ഒരു ദിവസം 2 മുതൽ 3 പ്രാവശ്യം ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഡ്യൂറിങ് ഏർലി മോർണിംഗ് ആൻഡ് ലേറ്റ് ഇൻ ദ ഈവനിങ് ഓർ നൈറ്റ്. നൈറ്റിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ മോർണിംഗിലോ 2 തവണ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇതാണ് ആപ്റ്റായിട്ടുള്ള സംഗതി. ഇനി നോക്കാം. മൗണ്ടിങ് ആക്ടിവിറ്റി ഇൻ കൗസ് ആൻഡ് ബഫലോസ് ഇൻ ഈസ്റ്റർ ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രാക്റ്റഡ് ബൈ റെഗുലർ ഫാം ആക്ടിവിറ്റീസ് സച്ച് ആസ് ഫീഡിങ് ആൻഡ് മിൽക്കിംഗ്. അല്ലേ? അതായത് ഇത്രയേ ഉള്ളൂ. പകലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞ മൗണ്ടിങ് ആക്ടിവിറ്റി അങ്ങനെ വരണമെന്നില്ല. ഇവർ സ്നേഹം കാണിക്കുന്ന രാത്രിയാണ്. അത്രയേ ഉള്ളൂ. Some large commercial farms install CCTV cameras which record all activities of the animals 24/7. അതായത് അനിമൽ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി CCTV ക്യാമറ ഉണ്ടായിരിക്കും. രാത്രി നോക്കാൻ പറയാൻ പറ്റും ആർക്കാണ് ഇളക്കമുള്ളതെന്ന്. അല്ലേ? അതുപോലെ hence the cows and buffaloes in Easters can be easily identified. There it must be ensured that the identification marks on the animals are visible. അതായത് CCTV ക്യാമറ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് അത്രയും വിസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം CCTVയിൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെവിയിലുള്ള ടാഗ് പോയി കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലേ? അപ്പോൾ മുകളിൽ എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്കിംഗ് ഉണ്ടെങ്കിൽ ഇന്ന പശുവിന് ഇന്ന നമ്പർ പശുവിന് ഹീറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ CCTV ക്യാമറ ഉപയോഗിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് കേട്ടോ. CCTV ക്യാമറ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അത്രയും വിസിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ CCTV ക്യാമറ വെച്ചുള്ള നിരീക്ഷണം വഴി ഹീറ്റ് ഡിറ്റക്ഷൻ പോസിബിൾ ആകത്തുള്ളൂ. വേണമെങ്കിൽ ഒരു അസേഷൻ ആൻഡ് റീസണിങ് ചോദിക്കാം. ചോദ്യം ഉണ്ടാക്കി ഗ്രൂപ്പിലിടണം. നിങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി ഒരു അസേഷൻ ആൻഡ് റീസൺ ഉണ്ടാക്കി ഗ്രൂപ്പ് ഇടൂലേ? ഇടണം. ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിക്കണം. ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിക്കുന്ന കുട്ടിക്ക് 1 റാങ്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ കിട്ടാൻ പോകുന്ന 5 റാങ്ക് 1 റാങ്ക് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ചോദ്യങ്ങൾ ഉണ്ടാക്കി തന്നെ പഠിക്കണം. കേട്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഒബ്സർവേഷനായി. അപ്പോൾ താഴത്തെ കമൻറ്റിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി ഒരു അസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യണം. ഐ ചലഞ്ച് യു. അസേഷൻ എന്താണ്? അസേഷൻ ഒരു അനുമാനം. ഒരു അനുമാനം പറയുന്നു, താഴെ അതിൻ്റെ റീസൺ പറയുന്നു, എന്നിട്ട് പറയുന്നു അസേഷന് മുകളിൽ കൊടുത്തിരിക്കുന്ന അനുമാനത്തിൻ്റെ ശരിയായ കാരണമാണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നു. അങ്ങനെ ABCD ഓപ്ഷൻ വരുന്നു. ആ ഓപ്ഷനിൽ ഒരെണ്ണം ശരി ഉത്തരമായിരിക്കും. ആ ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കോ. നേരത്തെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ. കേട്ടോ? ഓക്കെ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റിൽ കൃത്യമായിട്ടൊരു ചോദ്യം രേഖപ്പെടുത്തിയിരിക്കും നിങ്ങൾ. ഇനി ഡിറ്റക്ടർ ഓൺ ടീസർ ബുൾസ് നോക്കാം. ടീസർ ബുൾസിനെ കുറിച്ച് പഠിക്കുകയാണ്. യൂഷ്വലി ബുൾസ് ഓർ ബുള്ളക്സ് ആർ യൂസ്ഡ് ആസ് ടീസേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എന്താണ്, വാസക്ടമൈസ്ഡ് ബുൾസിനെയാണ് ടീസർ ബുള്ളുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, അവയ്ക്ക് ഒരു പശുവിനെ പ്രഗ്നൻ്റ് ആക്കാനുള്ള കഴിവില്ല. കാരണം അവയെ വാസക്ടമി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാസ് ഡിഫറൻസ് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് സെമൻ ഉണ്ടായിരിക്കും, പക്ഷേ സെമനിൽ എന്തുണ്ടാവില്ല, സ്പേം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ യൂഷ്വലി ആരൊക്കെ, ബുള്ളിനെയും ബുള്ളക്കിനെയും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. കൗസിനെയും ബഫലോസിനെയും ഉപയോഗിക്കാം. മനസ്സിലായോ? അതായത് സിസ്റ്റിക് ഓവറി ഉള്ള കൗസിനാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോസ്റ്റിനിഡിയോൺ ട്രീറ്റ് ചെയ്ത കൗസിന് എന്താണ്, ഒരു ബുള്ളിൻ്റെ സ്വഭാവമൊക്കെ കാണിക്കും. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഈ മഞ്ഞ ഇട്ട് എഴുതിയിരിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. കാരണം പുതിയ പുസ്തകത്തിലുള്ള അഡീഷണൽ പോയിന്റ്സ് ആണ്. മനസ്സിലായ? ശ്രദ്ധിക്കുക, പഠിക്കേണ്ടതാണ്. കൗസ് ആൻഡ് ബഫലോസ് ഉണ്ടാവാം ഹാവിങ് സിസ്റ്റിക് ഓവറി ഉള്ളത്. സിസ്റ്റിക് ഓവറി എന്ന് പറയുമ്പോഴത്തേക്കും ഓവറിയിൽ പോളിസിസ്റ്റിക് ഓവറി, നമ്മുടെ മനുഷ്യരിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുമ്പോഴത്തേക്കും ഓവർ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളിൽ കണ്ടപ്പെടുന്ന പ്രശ്നമാണ്. അതായത് നമുക്ക് എന്തുണ്ടെങ്കിൽ ഒന്നിലധികം സിസ്റ്റുകൾ ഒരേ സമയം വളരുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നമ്മുടെ മനുഷ്യരിലാണെന്നുണ്ടെങ്കിൽ ഈസ്ട്രസ് സൈക്കിൾ കൃത്യമായിരിക്കില്ല. അതായത് സാധാരണ എല്ലാ മാസവും ഈ കുട്ടിക്ക് എന്തുണ്ടാകത്തില്ല, മാസമുറകൾ ആവർത്തിക്കത്തില്ല. അതാണ് സിസ്റ്റിക് ഓവറിയുടെ പ്രത്യേകത. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രഗ്നൻ്റ് ആവാൻ ബുദ്ധിമുട്ടുമാണ്. കൃത്യമായ ട്രീറ്റ്മെൻറ്റും ഈസ്ട്രസ് സിങ്ക്രണൈസേഷനൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റത്തുള്ളൂ. അനിമൽസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റിക് ഓവറി ഉള്ള അനിമൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ആൻഡ്രോസ്റ്റിനിഡിയോൺ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കൗസിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ടീച്ചറായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ എന്താണ്, ബുൾസ് ദാറ്റ് ആർ സർജിക്കലി വാസക്ടമൈസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, സർജിക്കലി വാസക്ടമി ചെയ്ത ബുൾസ് ആണെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡിഫ്ലക്റ്റഡ് പെനിസ് കൃത്യമായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നു, അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ ഒരു സാധ്യതയില്ല. അതായത് നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവില്ലാത്ത പെനിസുള്ള അനിമൽസിനെ നമുക്ക് കണ്ട് ഉപയോഗിക്കാം. ഇനി ശ്രദ്ധിക്കൂ, ബുള്ളക്കാണെന്നുണ്ടെങ്കിൽ എന്താ ബുള്ളക്ക് എന്ന് പറഞ്ഞാൽ, കാസ്ട്രേറ്റഡ് ആയിട്ടുള്ള ബുള്ളിനെ ബുള്ളോക്ക് എന്ന് വിളിക്കുക അല്ലേ. അതിന് ഈസ്ട്രോജൻ വെച്ച് ട്രീറ്റ് ചെയ്താലും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, ടീസറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ചോദിക്കും, ആൻഡ്രോജൻ വെച്ചല്ലേ സാറേ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്. മനസ്സിലാക്കൂ, ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഹോർമോണിനും മൗണ്ടിങ് ആക്ടിവിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. മനസ്സിലായില്ലേ? അതിനാണ് കൂടുതലുള്ളത്. മാത്രമല്ല നമ്മുടെ മെയിൽസിലാണെന്നുണ്ടെങ്കിലും ഈസ്ട്രോജൻ്റെ ഒരു സർജും കൂടെയാണ് ഈ മൗണ്ടിങ് ആക്ടിവിറ്റിയെ നിയന്ത്രിക്കുന്നത്.
ആൻഡ്രോജൻ മാത്രമല്ല, ആൻഡ്രോജൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇവൻ കുഴപ്പം കാണിക്കുന്നു. മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുമ്പോഴത്തേക്കും മെയിലിൻ്റെ സെക്സ് ബിഹേവിയറിന് കാരണമാണ്, ശരിയാണ്. പക്ഷേ ഈ മൗണ്ടിങ് ആക്ടിവിറ്റി കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈസ്ട്രജൻ ഉപയോഗിക്കുമ്പോഴത്തേക്കാണ്. അപ്പോൾ ഇത് ഒരു ചോദ്യമായിട്ട് വന്നാൽ തെറ്റിച്ച് കളയില്ല കേട്ടോ. ബുള്ളക്സ് ട്രീറ്റഡ് വിത്ത് ആൻഡ്രോജൻ എന്ന് കാണും, ബുള്ളക്സ് ട്രീറ്റഡ് വിത്ത് ഈസ്ട്രജൻ എന്ന് കാണും. ഇത് ഫീമെയിൽ സെക്സ് ഹോർമോൺ അല്ലേ, അതുകൊണ്ട് ഇത് വരുമോ എന്നൊരു സംശയം വന്നൂടെ? വരാം. അപ്പോൾ അവിടെ ചോദ്യത്തിൻ്റെ സാധ്യത കിടപ്പുണ്ട്, ഒരു ഷോർട്ട് ക്വസ്റ്റിൻ്റെ സാധ്യത കിടപ്പുണ്ട്. പുതിയ പുസ്തകത്തിലേ ഉള്ളൂ, പഴയ പുസ്തകത്തിൽ ഈ സാധനമൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയുള്ള അനിമൽസിനെയൊക്കെയാണ് ടീസേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം വരാം, ഡാഷ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂസ്ഡ് ആസ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് യൂസ്ഡ് ആസ് ടീസേഴ്സ് എന്ന ചോദ്യം വരാം. എന്നിട്ട് ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ത് കൊടുക്കാം? കൗസ് ആൻഡ് ബഫലോസ് ഹാവിങ് സിസ്റ്റിക് ഓവറി ട്രീറ്റഡ് വിത്ത് ആൻഡ്രോസ്റ്റെൻഡിയോൺ, അതുപോലെ എന്താണ് വാസക്ടമൈസ്ഡ് ബുൾസ്, അതുപോലെ എന്താണ് ബുള്ളോക്സ് ട്രീറ്റഡ് വിത്ത് ഈസ്ട്രജൻ. നമ്മൾ എന്ത് എഴുതും? വാസക്ടമൈസ്ഡ് ബുൾ എഴുതും അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെച്ചാൽ വാസക്ടമൈസ്ഡ് ബുൾ എഴുതും, കാരണം മറ്റു രണ്ടും നമ്മളെ പഴയ പുസ്തകം പഠിച്ച് വെച്ചാൽ അറിഞ്ഞൂടാം അല്ലേ, ശരിയല്ലേ? അതാണ് സംഭവം. പക്ഷേ അത് വിച്ച് ഓഫ് ദ നോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ചോദ്യം വരുന്നത് എങ്ങനെയെന്നും എങ്ങനെ ഉത്തരം എഴുതണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, കാണുക, ഈ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. ഓക്കെ, നോക്കാം. സം ഫാംസ് അലോ ഓൺലി വൺ ടീസർ ഇൻ എ ഹേർഡ് ഓഫ് കൗസ് ഓഫ് ബഫലോസ്, ദാറ്റ് ടു അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ചില ഫാമിലാണെങ്കിൽ ഒരു ടീസറിനെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ പ്രത്യേക സമയത്ത്. എ ഫാർമർ ഒബ്സർവ്സ് ആൻഡ് നോട്ട്സ് ഡൗൺ ദ നമ്പർ ഓഫ് കൗസ് ഓർ ബഫലോസ് മൗണ്ടഡ് ബൈ ദ ടീസർ ബുൾ. ഹൗവർ ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ എ മീഡിയം സൈസ് ഫാംസ് ആസ് ദെയർ വിൽ ബി ഓൺലി ഫ്യൂ ആനിമൽസ് ഇൻ ഹീറ്റ് ഓൺ എ പെർട്ടിക്കുലർ ഡേ. ചെറിയ കുറച്ച് അനിമൽസ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ നമുക്ക് പറത്തി വിട്ടിട്ട് ഇതുപോലെ ഏതിനെയൊക്കെ മൗണ്ട് ചെയ്ത് നോക്കി നമുക്ക് എഴുതിയെടുക്കാം അല്ലേ. പക്ഷേ ലാർജ് ഫാം ആണെങ്കിലോ ടീസേഴ്സ് ഈസ് യൂഷ്വലി ഫിറ്റഡ് വിത്ത് സം മാർക്കിംഗ് ഡിവൈസസ് അല്ലേ. ലാർജ് ഫാം ആണെന്നുണ്ടെങ്കിൽ മാർക്കിംഗ് ഡിവൈസ് കൊടുത്തു വിടും. അതാണ് എന്താണ് നമ്മുടെ ചിൻ ബോൾ മേറ്റിംഗ് ഡിവൈസ്, നേരത്തെ പറഞ്ഞ സാധനം അല്ലേ. ഒരു ബാൾ പെൻ പോലെ എന്താണ് ഈ ചിന്നിലൊരു സാധനം ഉണ്ടായിരിക്കും, അത് മേറ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടെ വര വീഴും. അല്ലെങ്കിൽ ബ്രിസ്ക്കറ്റിൽ ഗ്രീസ് അറ്റാച്ച് ചെയ്ത് വിടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ആ ഗ്രീസ് അവിടെ പറ്റി പിടിക്കും. അതുപോലെ അതിൻ്റെ കോളർ അല്ലെങ്കിൽ പാഡ് സോക്കറ്റിന് ഡൈ ഓർ ഗ്രീസ്, ഒരു മഷി അല്ലെങ്കിൽ ഗ്രീസ് വെച്ച ഒരു കോളർ കെട്ടിവിടും അല്ലേ. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്തിനു വിടുന്നത്? ടീസറിനെ വിടുന്നത്. ദോ എ ടീസർ ഈസ് എഫിഷ്യൻറ്റ് ഇൻ ഡിറ്റക്ടിങ് ഹീറ്റ് ഇൻ ഫീമെയിൽ ആനിമൽസ്, ദിസ് മെത്തേഡ് ഹാസ് സം ലിമിറ്റേഷൻസ് അല്ലേ. ഈ മെത്തേഡിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? എക്സ്ട്രാ കോസ്റ്റ് ഈസ് ഇൻകേർഡ് ഇൻ ഫീഡിങ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ടീസറബിൾസ് ലൈക്ക് അപ്കീപ്, മെഡിസിൻസ് ആൻഡ് സർജറി. ഈ കാര്യങ്ങൾക്കെല്ലാം എക്സ്ട്രാ കോസ്റ്റ് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. എന്തിനൊക്കെയാണ്? മെഡിസിൻസ് കൊടുക്കാനും ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ടേ അല്ലേ. സർജറി ആണെങ്കിൽ സർജറി നടത്തണ്ടേ, പിന്നെ തീറ്റ കൊടുക്കണ്ടേ. നോക്കാം. അതുപോലെ ചില സമയങ്ങളിൽ ഇറ്റ് ബിക്കംസ് ഡേഞ്ചറസ് ഫോർ ദ വർക്കേഴ്സ് ടു കൺട്രോൾ ദ ടീസർ. ഈ ടീസറെ നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ ഫാം വർക്കറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കാരണം ഇവനെത്തി കുഴപ്പക്കാരൻ തന്നെ ആയിരിക്കും. ഇതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഡിറ്റക്ടർ ഓൺ ടീസർ ബുൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഏതിനേക്കാൻ ടീസർ ഉപയോഗിക്കാം, കൗസിനെ ബഫലോസിനെ ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിൽ അതിന് സിസ്റ്റിക് ഓവറി ഉണ്ട്, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബുള്ളോക്കിനെ ഈസ്ട്രജൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വാസക്ടമി ചെയ്തിട്ടുള്ള ബുള്ളിനെ നമുക്ക് ഉപയോഗിക്കാം അല്ലേ. ഓക്കെ, അതിൽ മാർക്കിംഗ് ഡിവൈസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇവിടെ നമ്മൾ കമാർ പറഞ്ഞിട്ടില്ല. കമാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഡിറ്റക്ടർ ഓൺ ടീസർ ബുൾ അല്ല, ഡിറ്റക്ടർ ഓൺ കൗസ് ഓർ ബഫലോസ് ആണ് KMR കേട്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ അതെന്താണ്? അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് നമുക്ക് തരും എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹീറ്റ് ഡിറ്റക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ പുസ്തകത്തിൽ പറയുന്നത്. പഴയ പുസ്തകത്തിൽ നോക്കാം. കറക്റ്റ് ഹീറ്റ് ഡിറ്റക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സക്സസ് ഓഫ് എ. ഹീറ്റ് ഡിറ്റക്ഷൻ ക്യാൻ ബി ഡൺ ഇൻ ദ ഫോളോയിങ് വേസ്. നോക്കാം. ദ വൾവ ആൻഡ് വജൈന ബിക്കം കൺജസ്റ്റഡ് ആൻഡ് സൊള്ളൻ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. വൾവയും വജൈനയും നോക്കും. അതിങ്ങനെ കൺജസ്റ്റഡ് ആയി വീർത്തിരിക്കണമെങ്കിൽ ഹീറ്റാണെന്ന് സംശയിക്കാം. 2, ഡിസ്ചാർജ് ഓഫ് ക്ലിയർ മ്യൂക്കസ് ഫ്രം ദ വൾവ. ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ഫാമിൽ ഒരു പശു നിൽക്കുകയാണ്, ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വൾവ നല്ല വീർത്തിരിക്കുന്നു, തുറന്നു നോക്കുമ്പോൾ അകത്ത് നല്ല ചോപ്പുണ്ട് അല്ലേ. അവിടെ നിന്ന് ഡിസ്ചാർജ് വരുന്നു, ക്ലിയർ ആയിട്ടുള്ള ഡിസ്ചാർജ് വരുന്നു. അത് സ്ട്രിഞ്ചി മ്യൂക്കസ് ആണ്, റീച്ചിങ് അപ് ടു ദ ഹോക്ക് ഓർ ഈവൻ അപ് ടു ദ ഗ്രൗണ്ട്. ഹോക്ക് റീജിയൻ വരെയോ തറ വരെയോ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന മുട്ടയുടെ വെള്ള പോലെയുള്ള ക്ലിയർ മ്യൂക്കസ് പക്ക ഹീറ്റിൻ്റെ ലക്ഷണമാണ്. ഇത് കണ്ടോന്നും കൂടി ചാടിക്കയറി കുത്തിവെക്കരുത്. ചില പശുക്കൾ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന പശുക്കളിലും ഇത് കാണാം കേട്ടോ. ഓക്കെ, ഇതൊരു ലക്ഷണം മാത്രമാണ്. ദ അനിമൽ ഈസ് എക്സൈറ്റഡ് ആൻഡ് റെസ്റ്റ്ലെസ്. എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞു. അപ്പറ്റൈറ്റ് ആൻഡ് മിൽക്ക് ഈൽഡ് ഗെറ്റ് റെഡ്യൂസ്ഡ്. വിശപ്പ് കുറയും, പാലും കുറയും. വിശപ്പ് കുറഞ്ഞാൽ നോർമലി പാല് കുറയണ്ടേ? കുറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ് അല്ലേ, കുറയണം അല്ലേ.
തീറ്റ എടുത്തില്ലെങ്കിൽ എന്ത് കുറയും? പാല് കുറയും. അപ്പോൾ നമ്മൾ രാവിലെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും പശുവിൻ്റെ തട്ടിൽ തീറ്റ അടപ്പുണ്ട്, മൊത്തം തിന്നിട്ടില്ല, പാല് കുറവാണ്. ഇത്രയും കാണുമ്പോഴത്തേക്കും മിൽക്കർ വന്ന് പറയും സാറേ ഇത് ഹീറ്റാണ്, സംശയമുണ്ട്. ഇനി ലീക്കിങ് അതർ ആനിമൽസ്, മറ്റുള്ള ആനിമൽസിൻ്റെ മുകളിൽ ഇങ്ങനെ നക്കും അല്ലേ. അതുപോലെ അടുത്തതാണ് ആനിമൽസ് ഇനി ഈസ്ട്രസ് യൂഷ്വലി മൗണ്ട് ഓൺ അതർ ആനിമൽസ് ആൻഡ് ആൾസോ സ്റ്റാൻഡ് ടു ബി മൗണ്ടഡ്. അതാണ് സ്റ്റാൻഡിങ് ഹീറ്റ് എന്ന് പറഞ്ഞത്, നമ്മൾ നേരത്തെ പഠിച്ചാണ് അല്ലേ. സ്റ്റാൻഡിങ് ഹീറ്റ് ഈസ് ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈൻ ഓഫ് ഈസ്ട്രസ് ബിഹേവിയർ. ഇതാണ് പഠിക്കേണ്ടത്, ഇത് പഠിച്ചിരിക്കണം. എന്താണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈൻ ഓഫ് ഈസ്ട്രസ് ബിഹേവിയർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? സ്റ്റാൻഡിങ് ഹീറ്റ് ആണ്. എന്താണ്? സ്റ്റാൻഡിങ് ഹീറ്റ് ആണ്. എന്താ സ്റ്റാൻഡിങ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? മറ്റൊരു അനിമൽ മൗണ്ട് ചെയ്യാൻ ചെന്നാൽ ഇങ്ങനെ അനങ്ങാ നിന്ന് കൊടുക്കും, മറ്റൊക്കെ ഒന്ന് മാറിയും പോകും അല്ലേ. അത്രേ ഉള്ളൂ, മനസ്സിലാക്കാം. സ്റ്റാൻഡിങ് ഹീറ്റ് പഠിച്ചു. സ്റ്റാൻഡിങ് ഹീറ്റ് നിന്ന് കൊടുക്കും, അതാണ് സ്റ്റാൻഡിങ് ഹീറ്റ്. ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈൻ ഓഫ് ഈസ്ട്രസ് ബിഹേവിയർ എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരവുള്ള സ്റ്റാൻഡിങ് ഹീറ്റാണ്. ഓക്കെ. ഇനി ഫ്രീക്വൻറ്റ് ബെലോയിങ്, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്തത് ഹീറ്റ് എക്സ്പെക്റ്റൻസി ചാർട്ട് മേക്സ് ഹീറ്റ് ഡിറ്റക്ഷൻ ഈസിയർ. ഞാൻ നേരത്തെ പറഞ്ഞു ഹീറ്റ് എക്സ്പെക്റ്റൻസി ചാർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെയൊക്കെ നിങ്ങൾ വീട്ടിൽ പശു വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കലണ്ടർ ഉണ്ടായിരിക്കും, അത് എന്ന് പ്രസവിച്ചെന്ന് എന്ന് ഹീറ്റ് എക്സ്പെക്ട് ചെയ്യാൻ വേണമെങ്കിൽ കലണ്ടർ നമുക്ക് നേരത്തെ മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. അതിനെ നമ്മൾ ഹീറ്റ് എക്സ്പെക്റ്റൻസി ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിലധികം പശുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പശുവിൻ്റെയും ഈ പറഞ്ഞ ഡേറ്റുകൾ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഡേറ്റിൽ നമ്മൾ ഇതിനെയൊക്കെ ശ്രദ്ധിക്കണമല്ലോ, ഇതിന് ഹീറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ ചാർട്ട് ഭയങ്കര എളുപ്പമാണ്. നോക്കാം. ഇറ്റ് ഈസ് എ ചാർട്ട് ഷോയിങ് ദ ഡാറ്റ ഓഫ് നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ഹീറ്റ് ഓഫ് ഈച്ച് അനിമൽ. ഈ ചാർട്ടിൽ എന്തുണ്ടാകുന്നത്? നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഹീറ്റ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. എന്നാണ് അടുത്ത ഹീറ്റ് വരാൻ സാധ്യതയുള്ളതെന്നിട്ട് കാര്യം മാത്രമാണ് ഇതുണ്ടാകുന്നത്. അതുപോലെ അതിനുവേണ്ടി ദ ആനിമൽസ് ഷുഡ് ബി കെയർഫുള്ളി ഒബ്സർവ്ഡ് ഓൺ ദ ഡേയ്സ് അറൌണ്ട് ദ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഹീറ്റ്. കെയർഫുൾ ആയിട്ട് അതിനെന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. അറൌണ്ട് ദ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഹീറ്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ദ ഹെൽപ്പ് ഓഫ് ടീസർ ബുൾസ്, ഇവിടെ പഴയ പുസ്തകത്തിൽ വാസക്ടമൈസ്ഡ് ബുൾസിനെ മാത്രമേ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് ഈസ്ട്രസ് ആക്യുറേറ്റ്ലി. ദ ടീസർ ബുൾസ് ക്യാൻ ബി പാരേഡഡ് 2 to 4 times in a day or can be kept along with the females in the herd. 2 മുതൽ 3 തവണ ഇവനെ കൊണ്ട് പരേഡ് ചെയ്യിക്കാം എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഹേർഡിൽ അവൻ്റെ കൂട്ടത്തിൽ ഇട്ടേക്കാം. ബാക്കി അതിൻ്റെ ഡിവൈസിൻ്റെ കാര്യമൊന്നും പഴയ പുസ്തകത്തിൽ പറയുന്നില്ല. ഫ്രീക്വൻറ്റ് റെക്ടൽ ആൻഡ് വജൈനൽ എക്സാമിനേഷൻ വിൽ ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദ പ്രോപ്പർ ടൈം ടു ഇൻസെമിനേറ്റ് കൗസ് ആൻഡ് ബഫലോസ് വിത്ത് സൈലന്റ് ആൻഡ് അൺഒബ്സർവ്ഡ് ഈസ്റ്റേഴ്സ്. നോക്കൂ, സൈലന്റ് ഹീറ്റ് ഏറ്റവും അപകടകാരിയല്ല, ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ നഷ്ടത്തിന് കാരണമാകുന്ന കാര്യമാണ് സൈലന്റ് ഹീറ്റ്. കർഷകൻ പറയും സാറേ ഇത് ഹീറ്റിൽ വന്നില്ല, എന്ത് ചെയ്യും ഞാൻ? ഇത് ഹീറ്റിൽ വരുന്നുണ്ട്, ഹീറ്റ് പോകുന്നുണ്ട്, ഇവനെ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതായത് പുറമേ ഇത് വിളിക്കുന്നില്ല, കരയുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല, അതിങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? റെക്ടൽ ആൻഡ് വജൈനൽ എക്സാമിനേഷൻ. വജൈന നോക്കുക, സൊള്ളനാണോ നോക്കുക. അപ്പോൾ സൊള്ളനാണ്, ചാർട്ട് വെച്ചിട്ട് നോക്കണം, ഇത് വജൈന സൊള്ളനാണോ? ആണെന്നുണ്ടെങ്കിൽ കൈയിട്ടിട്ട്, കർഷകന് കൈയിട്ട് നോക്കാൻ പറ്റത്തില്ല, കൈയിട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും യൂട്രസിൻ്റെ ആ ഒരു ടോൺ വെച്ചിട്ട്. അപ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് നമ്മുടെ എടയാർ സബ് സെൻറ്ററിലേക്ക് ട്രാൻസ്ഫറായി പോയ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം അവിടെ തൊട്ടടുത്ത് എൻ്റെ സെൻറ്ററിന് തൊട്ട് ഓപ്പോസിറ്റ് ഒരു അമ്മൂമ്മ താമസിക്കുന്നുണ്ട്. ആ അമ്മൂമ്മയ്ക്ക് ഒരു ഹീഫറുണ്ട്. ആ ഹീഫർ മാത്രമല്ല, നേരത്തെ ഒത്തിരി പശുക്കളുണ്ട്, എല്ലാത്തിനും കൊടുത്തു. അവസാനം ആ ഇഷ്ടം കൊണ്ടൊരു ഹീഫർ എടുത്തേക്കാണ്. അതിന് 3.5 വയസ്സായി. അത് പണ്ടെങ്ങോ കുത്തി വെച്ചിട്ടുണ്ട്. അതിന് ചെനയുണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അതായത് 6 മാസത്തോളം ആയെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അമ്മച്ചി 6 മാസമായത് അറിയാനൊന്നും പറ്റിയില്ല, വലിയ ചില പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാലും അടുത്താണ് ഞാൻ പോയി എന്ത് ചെയ്തു, പാൽപ്പേറ്റ് ചെയ്ത് നോക്കിയത് അമ്മമ്മയുടെ കറക്റ്റ് ഭാഗ്യ ദിവസമായിരുന്നു. പാൽപ്പേറ്റ് നോക്കിയപ്പോഴത്തേക്കും കിടക്കുന്ന യൂട്രസ് നല്ല ടോൺ, നല്ല റിജിഡായിട്ടിരിക്കുന്ന യൂട്രസ്. അപ്പോൾ മനസ്സിലായി ഹീറ്റാണെന്നുള്ളത് മനസ്സിലായി. അപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ബാക്കി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലരെന്ത് ചെയ്യും, ചിലർ ഗ്രാഫിൻ ഫോളിക്കിൾ ഉണ്ടോ എന്നൊക്കെ നോക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇതുവരെ ഗ്രാഫിൻ ഫോളിക്കിളിൻ്റെ അടുത്തേക്ക് കൈകൊണ്ട് പോയിട്ടില്ല. എന്തായാലും ഈ ഗ്രാഫിൻ ഫോളിക്കിൾ പൊട്ടി ഓവം പുറത്ത് വരണമല്ലോ. ഓവം പുറത്ത് വരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ള ശൃംഖലയെല്ലാം നമ്മുടെ ഫിംബ്രി അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. ആ ഫിംബ്രിയേക്കുന്ന ഒരു ഇളക്കോ തട്ടായിരിക്കാണ് ഞാൻ ആ ഭാഗത്തോട്ട് കൈകൊണ്ട് പോകാത്തത്. അങ്ങനെ കൈകൊണ്ട് പോയി പിടിച്ച് നോക്കുന്ന ആൾക്കാരുണ്ട്, എക്സ്പീരിയൻസ് ആയ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, എൽഐമാരൊക്കെ ഉണ്ടാവും. എന്നാൽ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ യൂട്രസിൻ്റെ ഒരു ടോൺ കണ്ടപ്പോൾ തന്നെ പിടിച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അപ്പോൾ അമ്മച്ചി ഇത് ഹീറ്റൊന്നുമില്ല, ഞാനൊരു കുത്തു തരാം, ഹീറ്റിലെ ചെനയൊന്നുമില്ല, ഒരു കുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ ഒരു ഇൻസെമിനേഷൻ ചെയ്തു. കാരണം നമുക്ക് ഇൻസെമിനേഷന് വേണ്ടി നമ്മൾ ഗണ്ണ് പാസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നത് ഹീറ്റാണില്ല എന്നുള്ള കാര്യം.
അത് രണ്ടാമത്തെ കാര്യം. അതായത് ഹീറ്റിൽ മാത്രമേ ഇത് തുറന്നിരിക്കത്തുള്ളൂ. ഈസി ആയിട്ട് ഒരിക്കലും ഇത് കയറി പോകത്തില്ല. എങ്ങനെയാണ് കയറി പോകുന്നത് ഇന്നത്തെ ക്ലാസ് കാണിച്ചു തരാം. എന്തായാലും ഇത് തുറന്നിരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മ്യൂക്കോസിൽ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാകത്തുള്ളൂ, ഹീറ്റ് പീരീഡിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിനെ ഇങ്ങനെ പാസ് ചെയ്തു, ഇൻസെമിനേഷൻ ചെയ്തു. പിന്നെ പിറ്റേ ഒരു 3 മാസം ആയപ്പോഴത്തേക്ക് ഞാൻ തന്നെ ചെന്ന് പറഞ്ഞു അത് ചെന നോക്കണമെന്ന് പറഞ്ഞു. ചെന നോക്കി, ചെന പിടിച്ചു. അങ്ങനെ അമ്മ ഭയങ്കര സന്തോഷവതിയായി. കേട്ടോ, എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നിരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫ്രീക്വന്റ് റെക്ടൽ ആൻഡ് വജൈനൽ എക്സാമിനേഷൻ എന്താണ് നമുക്കിതിനെ സഹായിക്കും. അൺഅബ്സോർബ്ഡ് ഈസ്ട്രസിലും അതുപോലെ സൈലന്റ് ഹീറ്റിലും നമ്മളെ സഹായിക്കുന്ന എന്താണ് ഫ്രീക്വന്റ് റെക്ടൽ ആൻഡ് വജൈനൽ എക്സാമിനേഷൻ. ഇവിടെയും വേണമെങ്കിൽ ഒരു അസേഷൻ ആൻഡ് റീസണിങ് ചോദ്യം ചോദിക്കാം. ഒരു ചോദ്യം ഉണ്ടായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തോ? മിടുക്കൊണ്ടാന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് മിടുക്കൊണ്ടാന്ന് നോക്കട്ടെ. എന്താ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അതിന്റെ റീസൺ ഇവിടെ ഇല്ലേ? എന്താ കാര്യം? അൺഒബ്സർവ്ഡ് ഈസ്ട്രസ് അല്ലെങ്കിൽ സൈലന്റ് ഹീറ്റിൽ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത്? താഴെ ഉത്തരം എന്താണ്? ഫ്രീക്വന്റ് റെക്ടൽ ആൻഡ് വജൈനൽ എക്സാമിനേഷൻ. അസേഷനായ റീസൺ. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടായിക്കൂടെ? തെറ്റിച്ചും ശരിയാക്കിയും ക്വസ്റ്റ്യൻ ഉണ്ടായിക്കൂടെ? ഉണ്ടാക്കാം. ഇനി സാധാരണ ഇപ്പോൾ റീസെൻ്റ്ലി ട്രെയിൻഡ് ഡോഗ്സും എന്ത് ചെയ്യാറുണ്ട്? ഹീറ്റ് ഉള്ളതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഫോറിൻ കൺട്രീസിൽ അല്ലെങ്കിൽ നമ്മുടെ ചില രാജ്യങ്ങളിലൊക്കെ ഹീറ്റ് ഉള്ളതിൻ്റെ മണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗന്ധം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇപ്പോൾ ഹീറ്റ് ഉള്ളതിനെ വെച്ച് ഈ ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കും. അപ്പോൾ നമ്മളിപ്പം മറ്റേ പോലീസ് ഡോഗിന് നമ്മൾ ഒരു കയ്യൊറ കൊടുത്താൽ നേരെ ജസ്റ്റിസ് മേനോൻ്റെ വീട്ടിൽ ചെന്ന് കയറൂലേ? അതേപോലെ ഹീറ്റ് ഉള്ളതിന് പൊതുവേ ഒരു സ്വഭാവം, ഒരു മണമൊക്കെ ഉണ്ട്. അതിനെ പഠിപ്പിച്ചെടുത്താൽ അത് ഹീറ്റ് ഉള്ളതിനെ കണ്ടുപിടിച്ച് തരും എന്നുള്ളതാണ്. അപ്പോൾ റീസെൻ്റ്ലി ട്രെയിൻഡ് ഡോഗ്സിനെയും ഹീറ്റ് ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ടെന്നുള്ള കാര്യമാണ് പുതിയ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത് മറ്റൊരു പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ ഡിറ്റക്ഷൻ ഓഫ് ഹീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കൃത്യമായിട്ട് ഇൻസെമിനേഷൻ എന്ന ആക്ടിവിറ്റിയിൽ കിടക്കുകയാണ്. ഇൻസെമിനേഷൻ, ഡെപ്പോസിഷൻ ഓഫ് സെമൻ അല്ലേ? നോക്കാം. ഇൻസെമിനേഷൻ ഷുഡ് പ്രിസീഡ് ദ ഓവുലേഷൻ ബൈ ഫ്യൂ അവേഴ്സ്. പ്രീസീഡ് ശ്രദ്ധിക്കുക. ദ ബെസ്റ്റ് ടൈം ടു ഇൻസെമിനേറ്റ് എ കൗ ഓർ ബഫല്ലോ ഈസ് 12 to 18 hours ആഫ്റ്റർ ഈസ്ട്രസ് ഈസ് ഡിറ്റക്റ്റഡ്. അപ്പോൾ നമുക്കറിയാം എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത്? 12 hours ആഫ്റ്റർ ദ എൻഡ് ഓഫ് ഈസ്ട്രസ് എന്നാണ്. ഈസ്ട്രസ് പീരീഡ് എത്ര? 24 മണിക്കൂറുകളാണ് അല്ലേ? അപ്പോൾ രാവിലെ ഈസ്ട്രസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കുത്തിവെക്കാം. 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. വൈകുന്നേരമാണ് ഈസ്ട്രസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ കുത്തിവെച്ചാൽ മതി. ഇതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ എന്താണ്? പ്രീസീഡ് ചെയ്യണം. എങ്ങനെ? ഓവുലേഷന് മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻസെമിനേഷൻ ചെയ്യേണ്ടത്. മനസ്സിലാക്കണം. ഓവുലേഷന് മുന്നെയാണ് ഇൻസെമിനേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസെമിനേഷൻ ഷുഡ് പ്രീസീഡ് ദ ഓവുലേഷൻ. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പ്രീസീഡ് ദ ഓവുലേഷൻ ബൈ ഫ്യൂ അവേഴ്സ്, അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്ത് ഏകദേശം ആ സമയത്തെങ്കിലും നമ്മൾ ഇൻസെമിനേഷൻ ചെയ്യണം. ബെസ്റ്റ് ടൈം എപ്പോഴാണെന്ന് പറഞ്ഞിരിക്കുന്നത് 12 to 18 hours ആഫ്റ്റർ ഈസ്ട്രസ് ഈസ് ഡിറ്റക്റ്റഡ്. പുതിയ പുസ്തകത്തിലുള്ള പോയിന്റാണ്, പഠിച്ചു വെച്ചോളാം കേട്ടോ. 12 മുതൽ 18 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസെമിനേഷൻ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? ദ പീരീഡ് ഫ്രം മിഡിൽ ഓഫ് ഈസ്ട്രസ് ടു ദ എൻഡ് ഓഫ് ഈസ്ട്രസ് ഈസ് ദ ബെസ്റ്റ് ടൈം ഓഫ് ഇൻസെമിനേഷൻ. അപ്പോൾ നോക്കൂ, 24 മണിക്കൂറാണ് അല്ലേ? അതിന്റെ പകുതി എത്ര? പീരീഡ് ഫ്രം മിഡിൽ ഓഫ് ഈസ്ട്രസ് ആകുമ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ? ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ഈസ്ട്രസ് ആകുമ്പോൾ എത്ര? 18 to 24 മണിക്കൂർ ഏകദേശം അല്ലേ? അപ്പോൾ 12 to 18 മണിക്കൂർ ഈസ്ട്രസ് തുടങ്ങി 12 to 18 അവേഴ്സിനുള്ളിലാണ് ഈസ്ട്രസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഒന്നുകിൽ 12 to 18 മണിക്കൂർ ഈസ്ട്രസ് തുടങ്ങിയ ശേഷം, അല്ലെങ്കിൽ എന്താണ് മിഡിൽ ഓഫ് ഈസ്ട്രസ് ടു ദ എൻഡ് ഓഫ് ഈസ്ട്രസ്. ഇത് പുതിയ പുസ്തകത്തിലെ പോയിന്റ്, ഇത് പഴയ പുസ്തകത്തിലെ പോയിന്റ്. രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ പറഞ്ഞ രീതി വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇഫ് ഹീറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ മോർണിംഗ്, ഇൻസെമിനേഷൻ ഈസ് റെക്കമെൻഡ് ഇൻ ദ ആഫ്റ്റർനൂൺ അല്ലേ? ഉച്ചയ്ക്ക് ശേഷം. അതുപോലെ ഇഫ് ഹീറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ ഈവനിങ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ, എന്താണ്? പിറ്റേന്ന് രാവിലെ നമ്മൾ ഇൻസെമിനേഷൻ ചെയ്താൽ മതിയാവും. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എയിലേക്ക് കിടക്കാം. എ മസ്റ്റ് ബി ഡൺ അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം ആൻഡ് പ്ലേസ് അല്ലേ? കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു സമയമുണ്ട്, അതുപോലെ സ്ഥലവും ഉണ്ട് അല്ലേ? ഓരോ കാര്യത്തിനും അതിൻ്റെ സ്ഥലവും സമയവും സാഹചര്യവും ഉണ്ടല്ലോ. ആര്, എവിടെ, എപ്പോൾ, എന്ത്, എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായി മാത്രമേ ഈ പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ നോക്കാം എന്തുകൊണ്ടാണ്, എങ്ങനെ. നേരത്തെ നമ്മൾ രാവിലെയുള്ള സമയം പറഞ്ഞു, വൈകുന്നേരമുള്ള സമയം പറഞ്ഞു. ഇവിടെ നോക്കാം. ആൻ ഓം ഈസ് റിലീസ്ഡ് ഫ്രം ദ ഓവറി 10 to 14 hours ആഫ്റ്റർ ദ എൻഡ് ഓഫ് ഹീറ്റ് അല്ലേ? എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എത്രയാണ് നമ്മൾ നേരത്തെ പഠിച്ചത്? 12 hours ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ഈസ്ട്രസ് എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓം റിലീസ് ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്?
10 to 14 hours എന്നാണ് ഇവിടെ നമ്മുടെ പുതിയ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പഴയ പുസ്തകത്തിൽ 12 hours എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും അതിൻ്റെ ഒരു മീനാണ് നമ്മുടെ 12 എന്ന് പറയുമ്പോൾ 10ൻ്റെയും 14ൻ്റെയും മീനാണല്ലോ 12. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. എൻഡ് ഓഫ് ദ ഹീറ്റിന് ശേഷം ഈ ഒരു സമയത്താണ് നമ്മുടെ ഈ പറഞ്ഞ ഓവൻ പുറത്തേക്ക് വരുന്നത്. ഇനി മനസ്സിലാക്കൂ, ഹീറ്റ് പീരീഡ് കഴിഞ്ഞു. ഹീറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് 10 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓവുലേഷൻ നടന്നു. ഓവുലേഷൻ നടന്നാൽ എത്ര? 10 മുതൽ 12 മണിക്കൂറായിരിക്കും അതിനകത്ത് എന്ത് ലൈവ് ആയിട്ട് ഈ ഓവൻ ഉണ്ടാവുക. മനസ്സിലായോ? മാക്സിമം എത്ര? മാക്സിമം എത്ര? അതായത് ഇന്നിപ്പോൾ വൈകുന്നേരം ഹീറ്റ് കഴിഞ്ഞു എന്ന് വെച്ചോ. ഇന്ന് ഹീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അത് കഴിഞ്ഞ് 10 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും, ഇന്ന് വൈകുന്നേരം കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും ഏകദേശം ഹീറ്റ് പീരീഡ് കഴിഞ്ഞെന്ന് വെച്ചോളൂ. അപ്പോഴത്തേക്കും ഇന്ന് രാത്രി 6 മണി ആകുമ്പോഴത്തേക്കും 12 വെളുപ്പിനൊക്കെ ആയിരിക്കും ഓവുലേഷൻ നടക്കുക. ഇനി ഓവുലേഷൻ നടന്നാലോ പിന്നെയും എത്ര? 10 മണിക്കൂർ മാത്രമേ അതവിടെ ഉണ്ടാകത്തുള്ളൂ. വെളുപ്പിനായാലും നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും, രാവിലെ ഒരു 10 ഉച്ചയാകുമ്പോഴത്തേക്കും അതിൻ്റെ ഓവത്തിൻ്റെ ഫെർട്ടിലൈസേഷൻ പീരീഡ് കഴിയും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ കാരണം ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ സമയത്തിന് നമുക്ക് എന്ത് ഇൻസെമിനേഷൻ ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പോൾ നോക്കാം എങ്ങനെ. therefore it must be fertilized within 10 hours of ovulation. ഓവുലേഷന് നടക്കണ സമയത്ത്, അവിടെ എത്തണ സമയത്ത് ഈ സാധനം അവിടെ വേണം. അതുപോലെ 10 മണിക്കൂറിന് മുന്നേ ഫെർട്ടിലൈസേഷൻ നടക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുപോലെ സ്പെർമാറ്റോസോവയുടെ ലൈഫ് നമുക്ക് നോക്കാം. 24 മണിക്കൂറാണ് കേട്ടോ. അതായത് 24 മണിക്കൂർ സ്പെർമാറ്റോസോവ അവിടെ മേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവും. മേറ്റ് ചെയ്യാനല്ല, ഫെർട്ടിലൈസ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഈ 24 മണിക്കൂർ ഉണ്ടാവും. പക്ഷെ അതിന് മുന്നോടിയായിട്ട് കുറച്ച് കെമിക്കൽ ചേഞ്ചസും കൂടെ അതിന് ഉണ്ടായി വരണം. മനസ്സിലായില്ലേ? കെമിക്കൽ ചേഞ്ചസ് ഉണ്ടായി വരണം. ആ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നതാണ്. കപ്പാസിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സോണ പെലൂസിലെ തുളച്ച് ഉള്ളിൽ കയറാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കെമിക്കൽ ചേഞ്ചസ് ആണ് കപ്പാസിറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. സോണ പെലൂസിലെ നമ്മുടെ ഓവത്തിന്റെ ഏറ്റവും പുറമേയുള്ള ആവരണമാണ്. നമ്മുടെ ഓവത്തിന്റെ രണ്ടാമത്തെ ആവരണമാണ്. ഏറ്റവും പുറമെ കൊറോണ റേഡിയേറ്റ്, അങ്ങനെ കുറച്ച് ആവരണങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എന്നാലും ഓവത്തിൻ്റെ പുറമേയുള്ള ആവരണം തുളച്ച് അകത്തേക്ക് കയറാനുള്ള കപ്പാസിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റേഷൻ പോലുള്ള കാര്യങ്ങളും കൂടെ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ മൊത്തം 24 മണിക്കൂറാണ് വയബിളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് വന്നാൽ മാത്രമേ ഈ പരിപാടി സക്സസ് ആവത്തുള്ളൂ. അപ്പോൾ എന്താണ്? ദ സക്സസ് ഓഫ് AI ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കിൽ ഓഫ് ദ ഇൻസെമിനേറ്ററുടെ സ്കില്ല്. അതായത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൈയിട്ടിട്ട് എന്ത് കിട്ടി? സർവിക്സ് കിട്ടി, അല്ലെങ്കിൽ സർവിക്സ് എന്തൊക്കെയോ കിട്ടി. നമ്മൾ എവിടെയോ കൊണ്ട് കുത്തിച്ചിട്ട് വന്നത്. ശരിയാവൂല. അപ്പോൾ എന്ത് ചെയ്യണം? സർവിക്സ് എടുക്കണം, സർവിക്സ് പിടിക്കണം. സർവിക്സ് കൃത്യമായി പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഗണ്ണ് പാസ് ചെയ്യണം അല്ലേ? ഗണ്ണ് പാസ് ചെയ്ത് അപ്പുറം എത്തിച്ചതിന് ശേഷം കുറച്ച് യൂട്രൈൻ ബോഡിയിലും അതിൻ്റെ ഇന്റേണൽ ഓസിലും ബാക്കി നമ്മൾ മിഡ് സർവീക്സിലും കൂടെ നിക്ഷേപിച്ചിട്ടായിരിക്കണം നമ്മുടെ ഇൻസെമിനേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതിനോടൊപ്പം നമ്മൾ ചെറിയൊരു മസാജ് കൂടെ കൊടുക്കും. ഇന്റേണൽ മസാജ്, എക്സ്റ്റേണൽ മസാജ് എല്ലാം കൊടുക്കും അല്ലേ? അപ്പോൾ ആ മസാജ് കൂടെ കൊടുത്താൽ മാത്രമേ ഈ പരിപാടി നമുക്ക് കംപ്ലീറ്റ് ആയി മാറത്തുള്ളൂ. അതുപോലെ മക്കളെ, സാനിറ്ററി കണ്ടീഷൻസും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാൻ പോകുന്നു, ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ചെയ്തിട്ടൊന്ന് പോയാൽ മതി എന്ന് പറഞ്ഞാണ് ചെല്ലുന്നല്ലേ? അങ്ങനെയൊന്നും അല്ല മക്കളെ. അത് കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യം നിറവേറണമെന്നുണ്ടെങ്കിൽ, നമ്മളവിടെ പോയത് കൊണ്ട് നമ്മുടെ കർഷകന് ഉപയോഗം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും ഡങ്ങിനാലോ യൂറിനാലോ കണ്ടാമിനേറ്റഡ് ആയിപ്പോയാൽ ആ ഒരു ഗണ്ണ് എന്ത് ചെയ്യരുത്? നിങ്ങൾ ഉള്ളിലേക്ക് പാസ് ചെയ്ത് കൊണ്ട് പോകരുത്. വളരെ വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്രിക്കോഷൻസ് നേരത്തെ തന്നെ മനസ്സിലാക്കണം. എന്തായാലും ആനസിൻ്റെ തൊട്ട് താഴെയാണ് ഈ സംഗതി അല്ലേ? അവിടെ എന്ത് വരാൻ സാധ്യതയുണ്ട്? ഡങ്ങ് പിരളാൻ സാധ്യത വളരെ ഏറ്റവും കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. അതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നോക്കാം. സൈറ്റ് ഓഫ് ഇൻസെമിനേഷൻ കൃത്യമായിട്ട് പീസ് നേരത്തെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ബെസ്റ്റ് റിസൾട്ട്സ് ആർ ഒബ്റ്റൈൻഡ് വെൻ സെമൻ ഈസ് ഡെപ്പോസിറ്റ് ഇൻ ദ മിഡിൽ ഓഫ് സർവീക്സ് ഇൻ ടു ദ യൂട്രസ്. അതായത് ഇതിപ്പോൾ യൂട്രസിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇവിടെ കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. മിഡ് സർവീക്സിലും നമ്മൾ നിക്ഷേപിക്കണം, അതുപോലെ എവിടെ നിക്ഷേപിക്കണം? യൂട്രസിനകത്തും കുറച്ച് നിക്ഷേപിക്കണം. അതായത് നമ്മൾ ഗണ്ണ് പാസ് ചെയ്തു, ഇവിടെ എത്തിയാൽ മാത്രമേ ഗണ്ണ് എത്തിയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം നോക്കാം, ഇവിടെ ആനുലർ റിങ്സ് ഉണ്ടല്ലേ? ഇവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ഈ സർവീക്സ് ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. സർവീക്സ് എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുക? ഒരിക്കലും ഈ വിരൽ ഇതുപോലെ ഇങ്ങനെ വരത്തില്ല കേട്ടോ. ഇവിടെ കണ്ടോ? ഇവിടെ ഒരു മസിൽ കണ്ടോ നിങ്ങൾ? മസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത് നമ്മൾ കൈ കടത്തിരിക്കുന്ന രക്തത്തിലേക്ക് കൈ കടത്തിയിരിക്കുന്നത്. രക്തത്തിന് അകത്തേക്ക് ഒരു ബലൂൺ പോലെയുള്ള രക്തത്തിനകത്തേക്ക് ആ ബലൂണിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഒരു നീളമുള്ള ബലൂൺ സങ്കല്പിക്കുക. അതാണ് പശുവിൻ്റെ റെക്റ്റം. ആ പശുവിൻ്റെ റെക്റ്റത്തിലേക്ക് ബലൂണിലേക്ക് നമ്മളിങ്ങനെ കൈയിടുന്നു. കൈയിട്ട് അതിനകത്തുള്ള ചാണകം ഇങ്ങനെ നീക്കി കളയുന്നു. അപ്പോൾ അവിടെ ഒരു വോളില്ലേ, ആ വോളുണ്ട്. ആ വോള് പിടിച്ചുകൊണ്ടാണ് ബലൂണിൽ പിടിച്ചുകൊണ്ട് താഴെ എന്തെന്ന് നോക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ താഴെ എന്തെന്ന് നോക്കിയിട്ടാണ് ഇയാൾ ഈ പറഞ്ഞ സർവീസിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർവീസിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യും. സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗണ്ണ് എങ്ങോട്ട് സ്ട്രെച്ച് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? ഇവിടെ ഉള്ള ഭാഗം വളരെ സോഫ്റ്റായി ഇതിങ്ങനെ ചുളുങ്ങി കിടക്കും. അതുവഴി ഇങ്ങനെ താന്നും ചുളുങ്ങിയേ കിടക്കും. അതുവഴി എന്ത് ഈ സാധനം പാസ് ചെയ്ത് പോകത്തില്ല. അതുകൊണ്ട് ഇതിനെ തള്ളിയാൽ മാത്രമേ ഇതിങ്ങനെ ഏകദേശം സ്ട്രെച്ചായി വരത്തുള്ളൂ. അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഗണ്ണിനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ഇവിടെ എത്തുന്നതിന് മുന്നേ സാധാരണ പോയി തട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടേക്ക് തട്ടും കേട്ടോ. ഇത് ഫോർണിക്സ് എന്ന് പറയും. അപ്പോൾ അവിടെ പോയി തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളൊന്നുമല്ല, അത് കയറത്തില്ല. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് പറഞ്ഞുതരാം. അങ്ങനെ ഇതിനകത്തേക്ക് പാസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ സർവിക്സിനകത്ത് ഇതിൻ്റെ ടിപ്പ് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗണ്ണ് എവിടെ എത്തുന്ന അറിയാൻ പറ്റത്തില്ല. ഇവിടെ തട്ടുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താ? ചെറിയൊരു വോൾ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ നല്ല കട്ടിയുള്ള വോളല്ലേ. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഗണ്ണ് സർവിക്സിനകത്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ റിങ് പാസ് ചെയ്യുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവസാനത്തെ റിങ്ങും പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 3 to 4 ചിലപ്പോൾ 2 to 3 റിങ്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ റിങ്സ് പാസ് ചെയ്ത് ഇപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കുറച്ച് ഇതിൻ്റെ വോൾ അത്യാവശ്യം നൈസാണ്, തിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് നമുക്ക് ഇതിലൂടെ പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്തിയെന്ന് മനസ്സിലാക്കാം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഉള്ളിലേക്ക് തള്ളരുത് ദയവ് ചെയ്ത്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യുക? ഇൻസമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഒരു കാൽഭാഗം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി ബാക്കിലോട്ട് വലിച്ച് മിഡ് സർവീസിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻസമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ സ്ഥലം. മിഡ് സർവീസ് ഓർ ഇൻറ്റു ദ യൂട്രസ്. ഇതാണ് എൻ്റെ പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നു 1 മാർക്ക്. ഇനി മെത്തേഡ്സ് ഓഫ് ഇൻസമിനേഷൻ നോക്കാം. റെക്ടോ വജൈനൽ മെത്തേഡ്. റെക്ടോ വജൈനൽ മെത്തേഡ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം അത് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണ്. റെക്ടോ വജൈനൽ മെത്തേഡ് എന്താണ്? റെക്ടവും ഉൾപ്പെടുന്നുണ്ട്, വജൈനയും ഉൾപ്പെടുന്നുണ്ട് അല്ലേ? കാരണം എന്താ? നമ്മൾ റെക്റ്റത്തിൽ കൂടെ കൈ കടത്തുന്നേ. റെക്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ അലിമെന്ററി ട്രാക്റ്റിന്റെ എൻഡ് പോർഷനാണ്. അവിടെയാണ് ചാണകം വന്ന് അഴിഞ്ഞഴിഞ്ഞിരിക്കുന്നതും അത് പുറത്തേക്ക് തള്ളിക്കളയുന്നതും അല്ലേ? അത് പുറത്തേക്ക് പോകുന്നതും ഡെഫിക്കേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഈ റെക്റ്റത്തിൽ കൂടെ നമ്മൾ കൈ ഇട്ടുകൊണ്ട് വജൈനയും യൂട്രസിനെയൊക്കെ പാൽപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഗണ്ണിനെ ഗൈഡ് ചെയ്ത് അകത്തെത്തിക്കുന്ന പരിപാടിയാണ് റെക്ടോ വജൈനൽ മെത്തേഡ്. നോക്കാം എന്താണെന്ന്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻ ക്യാറ്റിൽ ആൻഡ് ബഫല്ലോ. വളരെ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്യാറ്റിൽ ആൻഡ് ബഫല്ലോയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയത് നമ്മൾ ഉപയോഗിക്കുന്നതുമായ മെത്തേഡ് എന്ന് വെച്ചാൽ റെക്ടോ വജൈനൽ മെത്തേഡാണ്. വേറെന്താ മെത്തേഡ് ഉള്ളത്? സ്പെക്കുലം മെത്തേഡ് ഉണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ സ്പെക്കുലം മെത്തേഡ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ലാർജ് അനിമൽസിന് എന്താണ് ഏറ്റവും എഫക്റ്റീവായിട്ട് എല്ലാ രാജ്യത്തും ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സർവത്ര വ്യാപിയായിട്ടുള്ള മെത്തേഡാണ് റെക്ടോ വജൈനൽ മെത്തേഡ്. ഈ റെക്ടോ വജൈനൽ മെത്തേഡിൽ നിങ്ങൾ പുലിയാകുന്നിടത്തോളം കാലം, നിങ്ങളുടെ പുലിയായാൽ മാത്രം പോരാ, നിങ്ങൾ കൃത്യത കാണിക്കുന്നിടത്തോളം കാലം, നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നിടത്തോളം കാലം. എന്താ സംഭവിക്കേണ്ടേ? ആത്മാർത്ഥത എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഒരു വീട് അപ്പുറം ഉണ്ട്. അപ്പോൾ 2 സെമൻ നമ്മൾ എടുത്തുകൊണ്ട് പോയി എന്ന് വെച്ചോ. സപ്പോസ് അങ്ങനെ ചെയ്യാതിരിക്കുക. കാര്യം ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പറഞ്ഞ ക്രയോക്യാനും കൂടെ കൊണ്ടുപോവുക. ഓട്ടോറിക്ഷയിലോ നിങ്ങളുടെ വണ്ടിയിലോ ഒക്കെ വെച്ച് കെട്ടി കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫെർട്ടിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റവൻ അറിഞ്ഞൂടാ ഇതെടുത്തിട്ട് അരമണിക്കൂർ ആയോ ഇല്ലെന്നുള്ള കാര്യം. നമ്മൾ കൊണ്ടേ കുത്തിവെച്ചിട്ട് വരുന്ന ചെന പിടിക്കാതിരിക്കുക. നഷ്ടപ്പെടുന്നത് ഒരു പാവപ്പെട്ട കർഷകൻ്റെ ഏകദേശം 1.5 മാസമാണ്. മനസ്സിലായില്ലേ? ആ 1.5 മാസത്തിന്റെ വില വളരെ വളരെ വലുതാണ്. അത് ചെയ്യാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾ വേറെ ലെവലിൽ പോവും. നിങ്ങൾ കുത്തിവെച്ച ചെന പിടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കർഷകർ പറയും, അയാൾ എൻ്റെ വീട്ടിൽ വന്ന് 10 ഇൻസമിനേഷൻ ചെയ്തു, അതിൽ 8 എണ്ണം പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ പറക്കും. നിങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾക്കായിരിക്കും ഡിമാൻഡ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിച്ചാൽ മാത്രമേ നമ്മൾ കേട്ടോ. അപ്പോൾ നോക്കാം. ക്യാറ്റിലിനും ബഫല്ലോയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് എന്ത്? റെക്ടോ വജൈനൽ മെത്തേഡ്. ലൂബ്രിക്കേറ്റ് ദ ലെഫ്റ്റ് ഹാൻഡ് വിത്ത് എ ലൂബ്രിക്കൻ ലൈക്ക് സോപ്പ് ഇടാം, അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. സോപ്പ് കഴിവത് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അറിവ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും സോപ്പ് ഇട്ടിട്ട് നമ്മൾ കണ്ണിൽ തൊട്ടാൽ എന്താ സംഭവിക്കുക? കണ്ണിൽ നീറൂലേ? അതുപോലെ സോപ്പ് ഇട്ടിട്ട് നമ്മുടെ മ്യൂക്കസ് മെമ്പറൈൻ എവിടെ തൊട്ടാൽ നീറാൻ സാധ്യതയുണ്ട് അല്ലേ? അതുപോലെ നീറ്റല്ലേ എവിടെ റെക്റ്റത്തിലും ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സോപ്പ് എന്ന ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൈ അകത്തേക്ക് പാസ് ചെയ്യും. പലപ്പോഴും ഇത് ബാക്കിലോട്ട് ഇങ്ങനെ നമ്മളെ കൈ തള്ളി കളയുന്നൊരു ഫീൽ ഉണ്ടാവാറുണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായി? അവിടെ ഇറിറ്റേഷൻ കൂടുന്നത് മൂലം പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ച് ഇറുക്കും. വാച്ചിട്ട കൈ കയറത്തില്ല, വേറെ കാര്യം. മോതിരം പാടില്ല. വള ഒരിക്കലും ഇടതേ കൈ പാടില്ല കേട്ടോ. വള പാടില്ല, ഇടതേ കൈ വള പാടില്ല. വള ഉണ്ടെന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം?
നമ്മൾ അല്ലെങ്കിൽ വളയൊക്കെ ചിലപ്പോൾ പിടിച്ചൊടിച്ച് കളയും. അതുപോലെ പവറിലാണ്. വള അകത്ത് കയറില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഇടതേ കൈ എപ്പോഴും ഫ്രീ ആയിരിക്കണം. നല്ല ഒരു കൈയാക്കി നിങ്ങൾ വെക്കണം. ഇടത് കൈയാണ് അതിൻ്റെ മെയിൻ സാധനം ഇരിക്കുന്നത്. വലത് കൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഗണ്ണ് ഗൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഗണ്ണ് ഗൈഡ് ചെയ്യുന്നിടത്തല്ല കാര്യം. ഇടത് കൈ വെച്ച് ഈ ബാക്കി കാര്യങ്ങൾ പിടിച്ച് ലൊക്കേറ്റ് ചെയ്യുന്നിടത്താണ് കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഇടത് കൈയാണ് നിങ്ങളുടെ കൈ. ഇടതുപക്ഷമാണ്. നോക്കാം. ലൂബ്രിക്കേറ്റ് ദ ലെഫ്റ്റ് ഹാൻഡ് വിത്ത് എ ലൂബ്രിക്കൻ്റ് ലൈക്ക് സോപ്പ്. ഇൻസേർട്ട് ദ ഹാൻഡ് ഇൻ ടു ദ റെക്റ്റം. കോൺ ഷേപ്പ്ഡ് ഫിസ്റ്റ്. അങ്ങനെ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യും? ഇതിന് മുന്നോടിയായിട്ട് ആദ്യം ഒരു ഗ്ലൗസ് എടുത്തിടും. അത് ഫുൾ ഹാൻഡ് ഗ്ലൗസ് എന്ന് പറയും. ഫുൾ ഹാൻഡ് ഗ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസാണ്. അതിന് മുന്നേ എന്ത് ചെയ്യും? നമ്മൾ ഒന്ന് പെരുക്കി നോക്കും. എന്താണ്? പെരുകി നിൽക്കുന്നുണ്ടോ, പൊട്ടിയതാണോ എന്ന് നോക്കും. പൊട്ടിയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കയ്യിലേക്ക് ചാണകം പെരളാൻ സാധ്യതയുണ്ടെന്നുള്ളൂ. ഫുൾ ഹാൻഡ് ഗ്ലൗസ് എടുത്തിട്ട് ഇതുവരെ നമ്മളിങ്ങോട്ട് കയറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസാണ് ഫുൾ ഹാൻഡ് ഗ്ലൗസ്. അതിനുശേഷം ചിലർ സർജിക്കൽ ഗ്ലൗ അതിൻ്റെ മീതെ ഇടുന്ന ആൾക്കാരുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഹോൾഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഗ്ലൗസ് ആകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഹോൾഡാണ് കിട്ടുന്നത്. ചിലപ്പോൾ വഴുതാൻ സാധ്യതയുണ്ട്, മറ്റേ വഴുതൽ കുറവായിരിക്കും. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഞാൻ സർജിക്കൽ ഒന്നും കിട്ടില്ല. ഇപ്പോൾ സർജിക്കൽ ഇടുന്ന ആൾക്കാരുടെ ആൾക്കാരുണ്ട്. എന്തായാലും ഫുൾ ഹാൻഡ് ഗ്ലൗസ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും പാരച്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു എണ്ണയുടെ ഒരു കുപ്പി ഉണ്ടായിരിക്കും. ആ എണ്ണയുടെ കുപ്പി എടുത്തിട്ട് ഇതേ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് പെരട്ടി. എന്നിട്ട് ഇൻസേർട്ട് ദ ഹാൻഡ് ഇൻ ദ റെക്റ്റം. എങ്ങനെ? ഇങ്ങനെ കൊണ്ട് കയറ്റിയാൽ കയറോ? ഇല്ല. കൈ ഇങ്ങനെ വെക്കണം, കോണാക്കി വെക്കണം, കോൺ ഷേപ്പ്ഡ് ഫിസ്റ്റ് വെക്കണം. എന്നിട്ട് ഒരു വിരള കയറ്റിയിട്ട് പതുക്കെ ഇങ്ങനെ അകത്തോട്ട് വയ്ക്കും. കൈ കയറ്റുമ്പോഴത്തേക്കും അകത്ത് എന്തുണ്ടാവും? ചാണകം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇല്ലാതെ സാധ്യതയുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ബാക്ക് റേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ? ചാണകത്തെ കുറച്ച് ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ തള്ളി. കൈ പുറത്തെടുക്കരുത്. ചാണകം പിടിച്ചുകൊണ്ട് തന്നെ കൈ കാണാൻ. അകത്ത് ചാണകം ഉണ്ടെന്ന് ഒരു പടി നടക്കത്തില്ല. അപ്പോൾ ഡങ് അകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഡങ് പിടിച്ചു ഇങ്ങോട്ട് തള്ളി. തള്ളുമ്പോഴത്തേക്കും ഇത് പുറത്ത് പോകും. മനസ്സിലായില്ലേ? റെക്റ്റ് ഇവിടെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുക. നമുക്ക് ഇങ്ങനെ നമ്മൾ കൈ കയറ്റി ഇങ്ങനെ തള്ളി. കൈ പുറത്ത് കൊണ്ടുവരരുത്. പിന്നെ എന്ത് ചെയ്യണം? കാര്യം പുറത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ കൈ പിന്നെ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അത്രയും എയർ ഇത് അകത്തോട്ട് കയറും. എയർ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ റെക്റ്റ് അങ്ങ് പെരുകി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് താഴോട്ട് പാൽപ്പേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതിനൊക്കെ വേറെ ട്രിക്കുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ ഇൻ കേസ് അങ്ങനെ ആയി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ കൊണ്ട് നിറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് അതിൻ്റെ താഴെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് അതിന് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വരും. ആ എയറും അതൊക്കെ തള്ളി കഴിഞ്ഞ് വരും. ഓക്കെ. എന്തായാലും ഇങ്ങനെ ചാണകം മാക്സിമം റെക്റ്റത്തിൽ നമ്മൾ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം എന്താണ്? അതിന് ബാക്ക് റേക്കിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റില്ലാത്ത പോയിന്റാണ് വാക്കാണ് ബാക്ക് റേക്കിംഗ്. അതുപോലെ എന്ത് ചെയ്യണം? ഗ്രാസ്പ് ദ സെർവിക്സ് ലൈയിങ് ബിലോ ഫേമിലി. ഇങ്ങനെ നമ്മൾ കൈ വെച്ചു. ഓക്കെ, ബാക്കിയെല്ലാം ചാണകമെല്ലാം പോയി. ഇനി നമ്മുടെ കയ്യിൽ അവിടെ ഒന്നുമില്ല. റെക്റ്റം മാത്രം അകത്തൊരു ഹോള് പോലെ. അവിടെ നല്ല സാധനം കിട്ടുന്നത്. സാധനം സർവിക്സ് ഇരിക്കുന്ന അതിൻ്റെ അടിയിലാണ്. മനസ്സിലായോ? അതിൻ്റെ അടിയിലിരിക്കുന്ന ഈ റെക്റ്റം ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന ഒരു ട്യൂബ് പോലെയാണ്. അതേപോലെ ട്യൂബ് ഇങ്ങോട്ട് കിടക്കുക. യൂട്രസും സെർവിക്സും കാര്യങ്ങളല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനിടയ്ക്ക് എന്തുണ്ട്? റെക്റ്റത്തിൻ്റെ ഒരു വാളുണ്ട്. ഈ വാളിൽ കൂടെ കൈയിട്ടതിന് ശേഷം ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കുക. വാളോടൊപ്പം ഒരു പിടുത്തം പിടിക്കുക. പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനം 99% എന്ത്? യൂട്രൈൻ്റെ സാധനമായിരിക്കും. നമുക്കത് ആദ്യം പിടിക്കുമ്പോൾ ഒന്നും തോന്നുകയില്ല. ചിലപ്പോൾ ചെന്ന് പിടിക്കുന്നത് എവിടെയായിരിക്കും? യൂട്രസിലായിരിക്കും. ഒന്നും തോന്നുകയില്ല. എന്തോ ഒരു ട്യൂബ് കിടക്കുന്നു. അങ്ങനെ ട്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ നടുക്കൊരു ബൈകോർഡിനേറ്റ് സ്ട്രക്ചർ ഉണ്ടോ നോക്കുക. ഇങ്ങനെ 2 ട്യൂബ് കിട്ടുന്നുണ്ടോ നോക്കുക. 2 ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഒരു ലെഫ്റ്റ് ഹോണും റൈറ്റ് ഹോണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഉറപ്പിച്ചു. അവിടെ നിന്ന് തൊട്ട് ബാക്കിൽ യൂട്രൈൻ ബോഡി, അതിൻ്റെ തൊട്ട് ബാക്കിൽ പിടിച്ച് വരുമ്പോഴത്തേക്ക് എന്ത്? സെർവിക്സ് ഇതുപോലെ കട്ടിയുള്ള ഭാഗമായിരിക്കും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വജൈന. സെർവിക്സ് കട്ടിയുള്ള ഭാഗം ഒരു ഉരുണ്ട് കട്ടിയുള്ള ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും നോക്കരുത്, പതുക്കെ അങ്ങോട്ട് വലിച്ച് തള്ളിയേക്കുക. കാരണം എന്താ? ഇങ്ങോട്ട് കിടക്കുമ്പോൾ അത് ബാക്കി ഇങ്ങോട്ടുള്ള ഈ പറഞ്ഞ എന്താണ് നമ്മുടെ വജൈനയുടെ ഭാഗമെല്ലാം ഫോൾസായി ഞാൻ ചുരുങ്ങി കിടക്കും. ഇതിങ്ങനെ ചുരുങ്ങി കിടക്കണില്ലേ? ഈ ഉടുപ്പ് ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്നത്. ഈ ചുളുക്കുകൾ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് തള്ളൂലേ? അതേപോലെ ഇങ്ങനെ തള്ളുക. മനസ്സിലായില്ലേ? അങ്ങോട്ടങ്ങ് തള്ളിയേക്കുക. അപ്പോഴെന്താണ്? വജൈനൽ ഫോൾസ് എല്ലാം അങ്ങ് സ്ട്രെച്ച് ആവും. അങ്ങനെ സ്ട്രെച്ച് ആയില്ലെങ്കിൽ നമ്മൾ ഇതുവഴി ഗൺ പാസ് ചെയ്യാൻ കയറി പോവോ? ഇല്ലല്ലോ, പോവൂല അല്ലേ? അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫോൾഡെല്ലാം വരും. ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കുന്നതിനാണ് ഫിക്സിങ് ദ സെർവിക്സ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗണ്ണ് പാസ് ചെയ്യുന്നത്. ബാക്കി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സെർവിക്സ് പിടിക്കുന്നവരെ പഠിച്ചോളൂ. പുഷ് ദ സെർവിക്സ് സ്ലൈറ്റ്ലി ഫോർവേഡ് പ്രോക്സിമലി. ഡിസ്റ്റലി അല്ല, ഡിസ്റ്റലി നിന്ന് അടുത്തേക്ക് തള്ളാനല്ല പറഞ്ഞിരിക്കുന്നത്. പ്രോക്സിമലി ദൂരേക്ക് തള്ളുക.
എന്തിനാണ്? സോ ദാറ്റ് ദ ഫോൾസ് ഓഫ് ദ വജൈന ഗെറ്റ് സ്ട്രൈറ്റൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉടുപ്പ് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ, അത് ഇങ്ങോട്ട് തള്ളുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഫോൾസ് എന്താവും? സ്ട്രൈറ്റൻഡ് ആകും. ഫിക്സ് ദ സർവിക്സ് ആൻഡ് ഫീൽ ദ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് സർവിക്സ് ഓർ സർവിക്സ് യൂസിങ് ദ തമ്പ്. ഇങ്ങനെ സർവിക്സ് പിടിച്ചിട്ട് സർവിക്സ് ആണ് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സർവീസ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്, ഇങ്ങനെ ഹോൾഡ് ചെയ്യുക സർവീസ്, ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് സർവീസിൻ്റെ ഈ തമ്പ് വെച്ച് സർവീസിൻ്റെ ഓപ്പണിങ് തൊട്ട് നോക്കാൻ പറയും ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതുവരെ തൊട്ട് നോക്കിയിട്ട് ഞാൻ പാൽപ്പറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഈ വിരലും കൂടെ വെച്ചിട്ടാണ് സർവീസിനെ തള്ളി വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഗണിഞ്ഞ ടിപ്പെല്ലാം അറിയാൻ പറ്റും. ഫിക്സ് ദ സർവീസ് ആൻഡ് ഫീൽ ദ എക്സ്റ്റേണൽ ഓപ്പണിംഗ് സർവീസ് യൂസിങ് ദ ലെഫ്റ്റ് തമ്പ്. ഇൻസേർട്ട് ദ എ ഗൺ. എത്ര ആംഗിൾ? എത്ര? 45 ഡിഗ്രി ആംഗിളിൽ. അതായത് ദേ ഇങ്ങനെയല്ല എ ഗൺ കൊണ്ട് കുത്തി കയറ്റേണ്ടത്, മനസ്സിലാക്കണം. നമ്മൾ എന്താണ് ഈ ഒരു ആംഗിളിൽ, ഇങ്ങനെ ഒരു ആംഗിളിൽ, ഇങ്ങനെയല്ല ഇങ്ങനെ, കാണുന്നുണ്ടോ നിങ്ങൾ? എടാ ഇങ്ങനെ വെച്ചാൽ, നിങ്ങൾ പേന കാണുന്നില്ല മക്കളെ, ഇങ്ങനെ വെച്ചാൽ എത്ര ആംഗിൾ ശരി 180 അല്ലേ? 180 അല്ല, 0 ഡിഗ്രി ആംഗിൾ. ഇത് 45 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറ്റിയിട്ട് പിന്നെയാണ് നോക്കേണ്ടത്. ഓക്കെ, അങ്ങനെ 45 ഡിഗ്രി ആംഗിളിൽ വിത്ത് 7 സ്ട്രാപ്പ് ഫോർ ഫ്രോസൺ സെമൻ ഓർ സ്റ്റെറൈൽ ഇൻസമിനേഷൻ പിപ്പറ്റ് അറ്റാച്ച്ഡ് വിത്ത് സിറിഞ്ച് ഫോർ ചിൽഡ് സെമൻ ഇൻടു ദ വജൈന യൂസിങ് ദ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് അത് അങ്ങോട്ട് തള്ളുക. ഇനി ജെന്റലി ഗൈഡ് ദ പിപ്പറ്റ് ത്രൂ ദ സർവൈക്കൽ ഫോൾസ് ബൈ ജെന്റലി ട്വിസ്റ്റിംഗ് ദ സർവീസ് ആൻഡ് ദെൻ ഇൻടു ദ യൂട്രസ്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് സർവൈക്കൽ ഫോൾഡ്? പതുക്കെ ട്വിസ്റ്റ് ചെയ്യണം, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻഷുർ ദ കറക്റ്റ് പ്ലേസ്മെന്റ് ആൻഡ് പുഷ് ദ സെമൻ ഔട്ട്. കറക്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ എത്തിയെന്ന് മനസ്സിലാക്കിയിട്ട് സെമൻ പുഷ് ചെയ്യണം. ഇനി നോക്കാം, നമ്മൾ ഒന്നേന്ന് തന്നെ കൈ എന്ത് ചെയ്ത് കോൺ പൊസിഷനിലിട്ട് നമ്മൾ ഇങ്ങോട്ട് കൈ പിടിച്ചു. അപ്പോൾ ഇതാ ഇവിടെ ചാണകം ഉണ്ട്, നമുക്ക് ഇങ്ങനെ അടിയിൽ കൂടെ കറക്റ്റ് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചാണകം നീക്കി അങ്ങ് കളയും അല്ലേ. കളഞ്ഞിട്ട് പിടിച്ചു കഴിഞ്ഞാൽ, സർവീക്സിൽ പിടിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കത് ഇങ്ങനെ സർവീക്സിൽ പിടിച്ചു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം, ഇത് വജൈനാണ് കേട്ടോ. വജൈന ഇതിങ്ങനെ അടുത്തോട്ട് കിടന്നാൽ ഇതിന് ചുളുങ്ങി കിടക്കത്തില്ല. അപ്പോൾ മാക്സിമം ഫിക്സ് ചെയ്ത് വെച്ചേക്കണം അങ്ങോട്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഫിക്സ് ചെയ്ത് വിട്ടാൽ അവിടെ ഇരിക്കില്ല കേട്ടോ. ഫിക്സ് ചെയ്ത് വിട്ടാൽ അവിടെ ഇരിക്കില്ല. ഞാൻ ഈ പടം കാണിച്ചിരിക്കുന്നത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഗൺ എവിടെ എത്തി നമുക്ക് അറിയാൻ പറ്റും, കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗൺ എവിടെ നിന്ന് അറിയാൻ പറ്റും, ഗൺ എങ്ങും എത്തിയെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിനുശേഷമല്ല, ആക്ച്വലി നമ്മൾ നേരത്തെ ഇത് പിടിച്ച് വെച്ചേക്കാണ്. ഇവിടെയൊക്കെ തട്ടും നമുക്ക്. നമ്മൾ ഈ പറഞ്ഞ സർവീസിനെ പുഷ് ചെയ്ത് മാക്സിമം അങ്ങേറ്റത്ത് കൊണ്ടുപോയി ഗണ്ണ് വന്ന് ഇവിടെ റിങ്ങിൻ്റെ സൈഡിൽ ഫോർണിക്സിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു കിരികിരി ശബ്ദം കിട്ടും. നടുക്ക് വന്ന് തട്ടുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു കല്ലി തട്ടുന്ന സൗണ്ടല്ല, ഒരു ഫീൽ, ഒരു ഗ്രിറ്റി ഫീൽ കിട്ടും. ആ ഗ്രിറ്റി ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡിലാണെങ്കിൽ നമുക്ക് ഈ പിടുത്തം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ചിലർക്ക് ഈ പിടുത്തം അങ്ങോട്ടാണ് പിടിച്ചേക്കണത്, സൈഡിൽ തട്ടാൻ അറിയാൻ പറ്റില്ല, അവിടെ ഇട്ട് തള്ളും. നമ്മൾ ഒരു കാരണവശാലും ഗണ്ണ് മുന്നോട്ട് തള്ളരുത്. ഗണ്ണ് മുന്നോട്ട് തള്ളിക്കൊണ്ട് അകത്തോട്ട് കയറ്റരുത്. ഗണ്ണ് ഞാൻ പതുക്കെ ഇങ്ങനെ പിടിച്ചേക്കാൻ പാടും, ചെറിയ ഒരു പ്രഷറിൽ പിടിച്ചേനെ പാടുള്ളൂ, ഗണ്ണ് തള്ളരുത്. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വിരൽ കൊണ്ട് പതുക്കെ ഇതിനെ അതിൻ്റെ ഓപ്പണിങ്ങിൽ കൊണ്ടുവച്ചു എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ നേരെ അകത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വിരൽ വെച്ച് അറിയാൻ പറ്റും അകത്തെത്തിയില്ല എന്നുള്ള കാര്യം. അങ്ങനെ അതിനുശേഷം എന്ത് ചെയ്യുക? ഇൻസമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ കണ്ടുവരാടെ. ആ വീഡിയോയിൽ ചേച്ചി ആദ്യം കണ്ടോ, വാച്ച് ഊരി, സ്ട്രാപ്പ് ഊരി, എല്ലാം ഊരിയതിനു ശേഷം ആദ്യം ചേച്ചി എന്ത് ചെയ്തു? ഇതെടുത്തു. നമ്മളതിന് മുന്നേ പെരുക്കി നോക്കും, കാരണം അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന് അറിയാനായിട്ട്. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മൾ ഗണ്ണ് മറ്റൊരു സർജിക്കൽ ഗ്ലൗ ഇട്ടു. ഗ്ലൗ ഇട്ടതിന് ശേഷം ഇത് സൂക്ഷിക്കുന്ന സാധനം കണ്ടോ, വളരെ ക്ലിയർ ആയിട്ടാണ് സൂക്ഷിക്കണം. അപ്പോൾ അദ്ദേഹം ഇൻസമിനേഷൻ മുന്നോടിയായിട്ട് ഇത് വേറെ വിഷയമൊന്നും വരാതിരിക്കാൻ ഉള്ളിൽ തന്നെ വെച്ചേക്കാം. അദ്ദേഹത്തിൻ്റെ ശരീരം നല്ല സ്റ്റെറൈലാണെന്ന് കരുതുന്നു ഞാൻ. നിങ്ങൾ അങ്ങനെയും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് അതിന് ഫസ്റ്റ് തുടയ്ക്കുക, ഈ ഭാഗം നല്ല വൃത്തിയായിട്ടും തുടയ്ക്കുക. തുടച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ 45 ഡിഗ്രിയിൽ ആംഗിൾ ഇൻസേർട്ട് ചെയ്യുന്നത് കണ്ടോ? ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ അറ്റൻഡൻ്റ് ഉണ്ടെങ്കിൽ ഈ വൾവൽ ലിപ്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പിടിക്കാൻ വേണ്ടി പറയുക. അല്ലെങ്കിലും അത് അല്ലാതെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് വഴിയുണ്ട്, പിന്നെ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇപ്പോൾ അകത്തെ കൈത ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഇതാണ് സെർവിക്സ്, നല്ല കട്ടിയുള്ള ഭാഗമാണ് കേട്ടോ. ആ ഭാഗം സെർവിക്സിൽ പിടിച്ച് ഈ വജൈനൽ ഫോൾസിന് അങ്ങനെയാണ് തള്ളി വെച്ചേക്കാണ്. കണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ ഇതാണ് സെർവിക്സിൻ്റെ ഭാഗം. അത് നല്ല കട്ടിയായിരിക്കും. ഇവിടെ ഗണ്ണ് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ടാൽ അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് വജൈനയുടെ ഫോൾഡാണ്, ഇതിനെ കട്ടി കുറവാണ്, ഭിത്തിക്ക് കട്ടി കുറവാണ്. അതുകൊണ്ട് ഇവിടെ ഗണ്ണ് എത്തിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്സിമം സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓപ്പണിങ്. ഇവിടെ വന്ന് തട്ടിയാലും സെയിം ഫീലിംഗ് ആയിരിക്കും, ഇതിനകത്തോട്ട് തട്ടിയാലും സെയിം ഫീലിംഗ് ആയിരിക്കും. അതാണ് വ്യത്യാസം. ആ റിങ്ങിൽ വന്ന് തട്ടുന്ന ഫീൽ ഉണ്ടാവും. അപ്പോഴത്തേക്കും ഈ സൈഡിൽ പോയി തട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തട്ടുമ്പോഴത്തേക്കും അയ്യോ സർവിക്സ് എത്തിയെന്ന് വേണ്ടി തള്ളിക്കളയരുത്. കണ്ടോ, അവിടെ ഒരു കാരണവശാലും കുത്തി തുളച്ച് കളയരുത് നിങ്ങൾ. അതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. കുത്തരുത് അങ്ങോട്ട്, കുത്തി വയ്ക്കലല്ലത്.
ഇത് ഗൈഡ് ചെയ്യലാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കറക്റ്റായിട്ട് ഇതിൻ്റെ ഓപ്പണിങ്ങിലോട്ട് സാധനം കൊണ്ട് എത്തിക്കുക. ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയല്ല ഈ സാധനം. അതുപോലെ എന്താണ് അത് കഴിഞ്ഞിട്ടുള്ള റിങ്സ് കണ്ടോ നിങ്ങൾ? ഓരോ റിങ്ങും പല വഴിക്കായിരിക്കുന്നത്. ഒരു റിങ്ങി തട്ടി അടുത്ത റിങ് ഇങ്ങനെ തട്ടിയാലേ കയറുള്ളൂ. പിന്നെ ഒരു റിങ് ഇങ്ങനെ ആയിരിക്കും. അപ്പോഴത്തേക്കും ഒരു റിങ് കഴിഞ്ഞാൽ അടുത്ത റിങ് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. സെർവിക്സിനെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോഴത്തേക്കും അടുത്ത റിങ് തട്ടിയും കയറുന്ന അറിയാൻ പറ്റും. പിന്നെ ഒരു റിങ് ഉണ്ടെന്ന് മനസ്സിലായി അവിടെ തട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഒന്നുകൂടെ സർവീസിൻ്റെ അറ്റം ഇങ്ങനെ കറക്കി നോക്കുക. ചെറിയൊരു തള്ളലും സർവീസിൻ്റെ അറ്റം ഇങ്ങനെ കറക്കി നോക്കുക. അപ്പോഴത്തേക്കും എന്തായിരിക്കും? അവസാനത്തെ റിങ്ങും പാസ് ചെയ്ത് അപ്പുറത്ത് വരും. അപ്പുറത്ത് യൂട്രസിൻ്റെ ഭാഗത്ത് വന്നാൽ അവിടെയുള്ള ഭാഗം എന്താണ്? അവിടെയുള്ള ഭാഗം വളരെ സോഫ്റ്റ് ആണ്. ഇവിടെ വന്നാൽ നമുക്ക് ഗണ്ണ് ഇവിടെ എത്തിയോ തൊട്ട് നോക്കാൻ പറ്റും. ഇങ്ങനെ മനസ്സിലായോ? തൊട്ട് നോക്കാൻ പറ്റും. ഇവിടെ ഇരിക്കും തൊട്ട് നോക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലായി ഗണ്ണ് തൊട്ട് നോക്കുകയാണ് അദ്ദേഹം. മനസ്സിലായ ഉള്ളിലെത്തിയെന്ന്. ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഇത് അദ്ദേഹം ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് യൂട്രസിൻ്റെ ഹോൺസ് പിടിച്ച് നോക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. യൂട്രസിലോട്ട് നമ്മൾ കൈയെത്തിയാൽ യൂട്രസിൻ്റെ ഹോൺ നോക്കുക. രണ്ട് ഹോണും ഒരേപോലെ കൈ കിട്ടുമ്പോഴത്തേക്കും പീടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കുക ഇത് ഹോണില്ല എന്നുള്ള കാര്യം. വാട്ടെവർ നമ്മൾ അങ്ങോട്ട് എത്തിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അതെവിടെയായിരിക്കും? നമ്മൾ ഇൻ ടു ദ ബോഡിയിലേക്ക് കംപ്ലീറ്റ് ചെയ്യും. അതിനോടൊപ്പം എങ്ങോട്ടാ പറയടാ ഇൻ ടു ദ മിഡ് സർവിക്സ് അല്ലേ? ഇനി മറന്നുപോയോ? മറന്നുപോയ ആൾക്കാരൊന്നും ഉണ്ടാകത്തില്ല. പുതുതായിട്ട് ഫീൽഡിലോട്ട് പോകുന്ന ആൾക്കാർ ഉണ്ടെങ്കിലും നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ കുറേ നാൾ ഫീൽഡിൽ പോകാതെ മാറിയിരുന്നു എന്തെങ്കിലും മറന്നുപോയെങ്കിലും ഈ വീഡിയോ കൃത്യമായിട്ട് വന്ന് നോക്കിയിട്ട് കണ്ടിട്ട് പോകണം കേട്ടോ. നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പം ഞാനെല്ലാം പഠിച്ച് ഞാനിപ്പോൾ സെറ്റാക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരെ ഫീൽഡിലോട്ട് പോകണ്ട. ഇത് എങ്ങനെയാണ് നീന്തുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. മനസ്സിലായില്ലേ? നീന്തുന്നത് എങ്ങനെ? വെരി സിമ്പിൾ. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് ഫുള്ള് ഈ കൈയിലോട്ട് എടുക്കണം. എന്നിട്ട് ഇത് ഈ കൈയിട്ട് ഇങ്ങനെ തുഴയണം. അപ്പോഴത്തേക്ക് ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്യില്ല. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ തുഴയുമ്പോഴത്തേക്ക് നമ്മൾ ഇത്ര മുന്നിലെത്തും. എന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് ഈ കൈയിലോട്ട് എടുക്കണം. എന്നിട്ട് ഇങ്ങനെ തുഴയണം. മനസ്സിലേ? പഠിച്ചു. ഞാൻ സെറ്റാക്കി തരാൻ സാധനം നേരെ വെള്ളത്തിലിറങ്ങാൻ സംഭവിക്കും. അതുപോലെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇൻസമിനേഷന് പോകുന്നത്. മനസ്സിലായോ? എന്താണ് ചെയ്യേണ്ടത് മനസ്സിലായി. ഇനി ചെയ്താണ് പഠിക്കേണ്ടത്. മനസ്സിലായോ? അതിന് ഇച്ചിരി സമയമെടുക്കും. ഓക്കെ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ പോലെ ട്രെയിനിങ്ങിന് വരുന്ന കുട്ടികളുടെ അടുത്ത് നമ്മൾ ഫാമിൽ നമ്മൾ എന്ത് ചെയ്യും? സർവീസ് എടുത്ത് കൊടുക്കും. അപ്പോഴത്തേക്കും മിക്കവാറും ആൾക്കാർ ചെയ്യുന്നൊരു അബദ്ധമാണ്. നമ്മളിങ്ങനെ കൈയിട്ടുണ്ടാവും, അവരും കൈയിട്ടുണ്ടാവും. അപ്പോൾ ഉടനെ നമ്മളെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയും അയ്യോ സർവീസ് കിട്ടി. മനസ്സിലായില്ലേ? അതുപോലെയുള്ളൊരു അവസ്ഥയാണ് ഈ പറഞ്ഞ ഇതിനകത്തുള്ളത്. ഒരു അന്ധകാരത്തിൻ്റെ കൂരിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല തുടക്കത്തിൽ കൈയിടുമ്പോഴത്തേക്കും. എന്തൊക്കെയോ എവിടേക്കോ അടിപൊളി. എന്നാലും മനസ്സിൽ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പതുക്കെ പിടിച്ച് ഇത് സർവീസ് ചെയ്ത് പറ്റിയ സാധനം ഇങ്ങനെ പതുക്കെ പഠിക്കണം. അപ്പോൾ അതിനുള്ള സമയം കിട്ടും. നിങ്ങൾ പഠിക്കുന്ന ട്രെയിനിങ് കൊണ്ട് ഒരു 6 മാസം ട്രെയിനിങ്, നിങ്ങൾക്ക് 3 മാസം ഫീൽഡ് ട്രെയിനിങ് ഉണ്ട്. ഫീൽഡ് ട്രെയിനിങ് ഫാം കിട്ടുമ്പോഴത്തേക്കും കള്ള് ചെയ്തിട്ടുള്ള അനിമൽസിനെ കിട്ടും. കള്ള് ചെയ്ത അനിമൽസിനെ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാൽപ്പേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഡോണ്ട് വറി. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാം. അപ്പോൾ അഡ്വാൻറ്റേജ് ഓഫ് റെക്ടോ വജൈനൽ മെത്തേഡാണ് നോക്കാൻ പോകുന്നത്. പോസിബിലിറ്റി ഓഫ് ഇഞ്ചുറി ടു ജെനിറ്റൽ ട്രാക്ട് ബൈ സ്പെക്കുലം അല്ലേ? എന്താണ്? അതായത് സ്പെക്കുലം മെത്തേഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്പെക്കുലം ക്യാറ്റിലും ബഫലോയ്ക്കും വേണ്ട സ്പെക്കുലം ഉണ്ട്. വലിയ സ്പെക്കുലം വെച്ചിട്ട് സ്പെക്കുലം മെത്തേഡ് പഠിച്ചില്ലേ? പറയാം. സ്പെക്കുലം വെച്ചിട്ട് നമുക്കിങ്ങനെ വജൈന ഡയലേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇൻസുലേറ്റ് ചെയ്യാം. പക്ഷേ ഈ സ്പെക്കുലം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു മെറ്റൽ സാധനമാണ്. അത് കിടന്ന് പിടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരു മെറ്റലിൻ്റെ സാധനം അത് ഇടേണ്ട ആവശ്യമില്ല. ഫീവർ ഡിസ്റ്റർബൻസ് ടു അനിമലിന് താരതമ്യേന ഡിസ്റ്റർബൻസ് കുറവാണ് ഇതിനകത്ത്. വെൻ ദ ഹാൻഡ് ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ റെക്ടം ഫോർ റെക്ടോവജൈനൽ മെത്തേഡ് പ്രഗ്നൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഈ പറഞ്ഞ സെർവിക്സ് പിടിച്ചു, അത് കഴിഞ്ഞ് യൂട്രസ് നമ്മൾ കൃത്യമായിട്ട് പാൽപ്പേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 ഹോൺ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. 2 ഹോൺ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ഇല്ല എന്ന് ഉറപ്പിക്കാം. അതുപോലെ ചാൻസ് ഓഫ് ഇൻസെമിനേറ്റിംഗ് അഗൈൻ ആൻഡ് കോസിംഗ് അബോർഷൻ ക്യാൻ ബി അവോയ്ഡഡ് യൂസിങ് ദിസ് റെക്ടോവജൈനൽ മെത്തേഡ് അല്ലേ? അതുപോലെ നമുക്ക് എടുത്ത് നോക്കാം സ്പെക്കുലം മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻ സ്മാൾ അനിമൽസ് ലൈക്ക് ഗോട്ട് പോലുള്ള സ്മാൾ അനിമൽസിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇൻ കേസ് വേണമെങ്കിൽ ക്യാറ്റിന് ഉപയോഗിക്കാം. ക്യാറ്റിന് ഉപയോഗിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിസഡ്വാൻറ്റേജ് മറ്റേത് വെച്ച് റെക്ടോവജൈനൽ വെച്ച് മെത്തേഡ് ചെയ്താൽ ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത് അല്ലേ? അപ്പോൾ നോക്കാം. ഇതാണ് വജൈനൽ സ്പെക്കുലം. വലിയ സ്പെക്കുലം ഉണ്ട് കേട്ടോ ക്യാറ്റിനും ഗോട്ടിനൊക്കെ. ഇത് കുഞ്ഞ് സ്പെക്കുലമാണ്. ഇത്രയേ ഉള്ളൂ. സ്പെക്കുലം അങ്ങോട്ട് പതുക്കെ എണ്ണയൊക്കെ ഇട്ട് അതിനകത്തോട്ട് രക്തത്തിനൊക്കെ തല്ലിവിടെ കയറ്റുന്നത്. ഇവിടെ നേരെ വജൈനയ്ക്കകത്ത് കയറ്റുന്നു. സ്പെക്കുലം വെച്ചത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. അവിടെയാണ് സെർവിക്സ് ഇരിക്കുന്നത്. അതിനകത്തോട്ട് ഇൻസമിനേഷൻ ചെയ്യും. ഇത്രയോ പരിപാടി. അപ്പോൾ നോക്കാം എന്താണ് വജൈനൽ സ്പെക്കുലം ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ വജൈന ആൻഡ് ഡയലേറ്റഡ്.
അതായത് നമ്മൾ സ്പെക്കുലം ഇങ്ങനെ കയറ്റിയിട്ട് നമ്മളിങ്ങനെ ഞെക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഡൈലേറ്റ് ആയി വരും. ഡൈലേറ്റഡ്. ദ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് യൂട്രസ് ക്യാൻ ബി സീൻ ത്രൂ ദ സ്പെക്കുലം. ദ പിപ്പറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ ദ സ്പെക്കുലം ആൻഡ് ഇൻസമിനേഷൻ ഡൺ ഇൻ ടു ദ സർവിക്സ്. സർവീസിനുള്ളിലേക്ക് നമ്മൾ ഇൻസമിനേഷൻ ചെയ്യും. അത് കുറച്ച് ഈസിയാണ്. അത്യാവശ്യം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. ആർക്ക് വേണോ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിങ്ങനെ ചെയ്താൽ മതി എന്നൊന്നും ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എക്യുപ്മെൻറ്റ്, അടുത്തായിട്ട് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ ഒന്നുകൂടെ പഠിച്ചു പോകാം. നമ്മൾ നേരത്തെ മനസ്സിലായ കാര്യമാണ്. സെമൻ കളക്ഷൻ എക്യുപ്മെൻറ്റ്, അതായത് AV അസംബ്ലി, ഇലക്ട്രോ ഇജാക്കുലേറ്റർ, ഈ സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെമൻ കളക്ഷൻ എക്യുപ്മെൻറ്റ്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? നമ്മുടെ ജാക്കറ്റ് വരുന്നുണ്ട്, റബ്ബർ ലൈനർ വരുന്നുണ്ട്, കോൺ വരുന്നുണ്ട്, അവസാനം ഗ്രാജുവേറ്റഡ് പിപ്പറ്റ് ട്യൂബ് വരുന്നുണ്ട് അല്ലേ. പിന്നെ എന്താ പറയുന്നത്? ഇലക്ട്രോ ഇജാക്കുലേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവന് മൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അനിമൽ ഉണ്ടെങ്കിലും മൗണ്ട് ചെയ്താൽ മാത്രമല്ലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് അതിൻ്റെ സെമൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ലേ AV വെച്ച് സെമൻ എടുക്കുന്നത്? ഇലക്ട്രോ ഇജാക്കുലേറ്റർ വെച്ച് നമുക്ക് സെമൻ എടുക്കാം. അതായത് കുറച്ച് ഇലക്ട്രിക്കൽ ഇമ്പൾസ് കൊടുത്തുകൊണ്ട് ഇജാക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് ഇലക്ട്രോ ഇജാക്കുലേറ്റർ. അതുപോലെ അടുത്തെന്താണ്? സെമൻ സ്റ്റോറേജ് ഡിവൈസസ്, ലിക്വിഡ് നൈട്രജൻ അല്ലേ, ലിക്വിഡ് നൈട്രജൻ ക്യാൻ, അതാണ് ക്രയോ ക്യാൻ എന്നറിയപ്പെടുന്നത്. ലിക്വിഡ് നൈട്രജൻ ക്യാൻ. പിന്നെ അതിനകത്ത് കാനിസ്റ്റർ ഉണ്ട്, ഗോബ്ലറ്റ് ഉണ്ട്, സ്ട്രോ ഉണ്ട്, എല്ലാം ഉണ്ട്. കാനിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ ഈ ഒരു ഓരോന്നായിട്ട് ഇറക്കിയിട്ടേക്കുന്നില്ലേ, അതാണ് കാനിസ്റ്റർ. ഇത് ഒരു കാനിസ്റ്റർ ഉയർത്തി വെച്ചേക്കാണ്. ആ കാനിസ്റ്ററിനകത്ത് ഉള്ള ഈ ചെറിയ പെട്ടീനാണ് നമ്മൾ എന്ത് പറയുക? ഗോബ്ലറ്റ് എന്ന് പറയുക. ആ ഗോബ്ലറ്റിനകത്ത് നിന്ന് സെമൻ സ്ട്രോൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിനകത്ത് വരുന്ന സാധനങ്ങൾ. പിന്നെ വരുന്നത് ഇൻസമിനേഷൻ എക്യുപ്മെന്റ് നോക്കാം. സ്പെക്കുലം മെത്തേഡിൽ എന്തൊക്കെയാണ്? വജൈനൽ സ്പെക്കുലം ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റെറൈൽ ഇൻസമിനേഷൻ പിപ്പറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അറ്റാച്ച്ഡ് വിത്ത് സിറിഞ്ച് അല്ലെങ്കിൽ ഫുൾ ആം ഗ്ലൗസ് ഉണ്ട്. റെക്ടോ വജനൽ മെത്തേഡിൽ AI ഗൺ ഉണ്ട്. AI ഗൺ ഇതാണ് ഈ സാധനം. ഷീത്ത് ഫോർ AI ഗണ്ണിന് ഒരു ഷീത്ത് ഇടും കേട്ടോ. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. പിന്നെ എത്രയേ ഉള്ളൂ. ഇതുവരെ ഈ AI ഗൺ ഇതേപോലെ കയറ്റുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റില്ലറ്റ് ഉണ്ടായിരിക്കും. സ്റ്റില്ലറ്റ് ബാക്കിലോട്ട് വലിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സ്ട്രോ എടുത്ത് അങ്ങോട്ട് വെക്കാൻ പറ്റും. സ്ട്രോ എടുത്ത് വെച്ച് അതിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കളയും. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഷീത്ത് അങ്ങ് വലിച്ചിടും. നമ്മൾ ഷീത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വലിച്ചിടിക്കുന്ന സ്ട്രോ ഇല്ലേ, ഇങ്ങനെ അതുപോലത്തെ സാധനമാണ് ഷീത്ത്. അത് വലിച്ചങ്ങിടും. അത് വലിച്ചിട്ടിട്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് പ്രസ് ചെയ്ത് ഇൻസമിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ ചില്ലറ്റ് അങ്ങോട്ട് തള്ളുമ്പോഴത്തേക്കും മറ്റേ സിറിഞ്ച് വെച്ച് തള്ളുന്ന പോലെ സ്ട്രോക്കകത്തുള്ള സെമൻ അങ്ങ് പോകും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടാം മക്കളെ. ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തു വേണം കേട്ടോ. നോക്കാം. അസേർഷൻ ഇൻസമിനേഷൻ ഷുഡ് പ്രിസീഡ് ഓവുലേഷൻ ബൈ എ ഫ്യൂ അവേഴ്സ് ഓർ കോയിൻസൈഡ് വിത്ത് ഇറ്റ് ഫോർ ബെസ്റ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. അനുമാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസമിനേഷൻ ഷുഡ് പ്രീസീഡ് ഓവുലേഷന് മുന്നേ ചെയ്യണം. ബൈ എ ഫ്യൂ അവേഴ്സ് ഓർ കോയിൻസൈഡ് വിത്ത് ഇറ്റ് ഫോർ ബെസ്റ്റ് റിസൾട്ട്, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എന്താ ഉത്തരം? റീസൺ പറഞ്ഞിരിക്കുന്നത് ദ വോം റിമൈൻസ് വയബിൾ ഇൻസൈഡ് യൂട്രസ് ഫോർ അബൌട്ട് 10 to 12 hours ഫോർ ആഫ്റ്റർ ഓവുലേഷൻ. അപ്പോൾ ഓവുലേഷൻ ശേഷം ഓവം 10 മുതൽ 12 മണിക്കൂർ മാത്രമേ അവിടെ വയബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശരിയാണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ കറക്റ്റ്. ആൻഡ് ഈ കാരണം കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഇൻസമിനേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് നോക്കാം. റെക്ടോവജനൽ മെത്തേഡ് ഈസ് എ പ്രിഫേർഡ് ഇൻസമിനേഷൻ മെത്തേഡ് ഫോർ ക്യാറ്റ് ആൻഡ് ബഫലോ. ശരിയാണ്. റീസൺ പറഞ്ഞിരിക്കുന്നത് ദിസ് മെത്തേഡ് അലോസ് ഓപ്പറേറ്റർ ടു ഫീൽ ആൻഡ് മാനിപ്പുലേറ്റ് ദി സർവീസ് ഡയറക്ട്ലി ഫോർ ബെറ്റർ സെമൻ പ്ലേസ്മെന്റ്. ഓക്കെ, ഫൈൻ, ശരിയാണ്. അപ്പോൾ അസേർഷൻ റീസണും ശരിയാണ്. ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും അസേർഷൻ്റെ ശരിയായ കാരണം തന്നെയാണ് റീസൺ ആയിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. ബോത്ത് A and R are true and R is the correct expression of A. ഇനി ദ സ്പെക്കുലം മെത്തേഡ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ ഇൻസമിനേഷൻ ഇൻ ലാർജ് അനിമൽസ് ലൈക്ക് കാറ്റിൽ ആൻഡ് ബഫല്ലോ. വജൈനൽ സ്പെക്കുലം ഹെൽപ്സ് ഡയലേറ്റ് ദ വജൈന ആൻഡ് വിഷ്വലൈസ് ദ സർവിക്സ് ഫോർ സെമൻ ഡിപ്പോസിഷൻ. ശ്രദ്ധിക്കൂ. ദ സ്പെക്കുലം മെത്തേഡ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഇൻസമിനേഷൻ ലാർജ് അനിമൽസ് ലൈക്ക് കാറ്റിൽ ആൻഡ് ബഫല്ലോ. തെറ്റാണല്ലേ, അസേർഷൻ തെറ്റാണ്. റീസൺ നോക്കാം. കാരണം സ്പെക്കുലം മെത്തേഡ് സാധാരണ സ്മാൾ അനിമൽസിനാണ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ വജൈനൽ സ്പെക്കുലം ഹെൽപ്സ് ഡയലേറ്റ് ദ വജൈന ആൻഡ് വിഷ്വലൈസ് ദ സർവിക്സ് ഫോർ സെമൻ ഡിപ്പോസിഷൻ. അപ്പോൾ A ഈസ് റോങ് ആൻഡ് R ഈസ് ട്രൂ. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? D ആണ്. ഇനി അസേർഷൻ നോക്കാം. ദ സക്സസ് ഓഫ് A ഡിപ്പെൻഡ്സ് ലാർജ് ഓൺ ദ സ്കിൽ ഓഫ് ദ ഇൻസമിനേറ്റർ ആൻഡ് സാനിറ്ററി കണ്ടീഷൻ. ശരിയായിട്ടുള്ള ഒരു അസേർഷനാണ്. ഇനി അതിൻ്റെ ശരിയായ കാരണമാണ് താഴെ കൂടി നോക്കാം. പുവർ ഹൈജീൻ ഡ്യൂറിംഗ് ഇൻസമിനേഷൻ ക്യാൻ ലീഡ് ടു ഇൻഫെക്ഷൻസ് ആൻഡ് റെഡ്യൂസ് കൺസപ്ഷൻ റേറ്റ്സ്. ശരി തന്നെയാണ്. അതിൻ്റെ കാരണമായിട്ട് തന്നെ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താണ് അവിടെ? A തന്നെയാണ്. ബോത്ത് A and R are true and R is the correct expression of A. ഇനി ആപ്റ്റ് ടൈം ഫോർ ഇൻസമിനേഷൻ ക്യാറ്റിൽ എവിടെയാണ്? സ്റ്റാർട്ട് ഓഫ് ഈസ്ട്രസ് ടു എൻഡ് ഓഫ് ഈസ്ട്രസ് ആണോ? മിഡ് ഈസ്ട്രസ് ടു എൻഡ് ഓഫ് ദ ഈസ്ട്രസ് ആണല്ലേ. നമുക്കറിയാം. ഇഫ് ഹീറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ മോർണിംഗ്, ഇൻസമിനേഷൻ എപ്പോൾ? ഈവനിങ്ങിൽ ചെയ്യുക അല്ലേ. ഇൻ ദ ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഈവനിങ് ചെയ്യുക. അതുപോലെ ഈവനിങ്ങിലാണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ ചെയ്യുക അല്ലേ, നെക്സ്റ്റ് ഡേ മോർണിംഗിൽ. ബെസ്റ്റ് സൈറ്റ് ഫോർ ഇൻസമിനേഷൻ ക്യാറ്റിൽ എവിടെയാണ്? മിഡ് സെർവിക്സ് ഓർ ഇൻ ടു ദ യൂട്രസ് അല്ലേ.
ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരം. ഡാഷ് ഈസ് ദ മെത്തേഡ് ഓഫ് ഇൻസെമിനേഷൻ പ്രാക്ടീസ് ഇൻ ക്യാറ്റിൽ. റെക്ടൽ പാൽപേഷൻ മെത്തേഡ് നമുക്കറിയാം. എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് ദ സെർവിക്സ് ഈസ് കാൾഡ് ഓസ് സെർവിക്സ് എന്നാണ് വിളിക്കുക എക്സ്റ്റേണൽ ഓപ്പണിങ്ങിന്. അവർ നെയിം ഓഫ് ദ മെത്തേഡ് ഓഫ് എ പ്രാക്ടീസ് ഇൻ സ്മാൾ അനിമൽസ്. ഏതാണ് മക്കളെ? സ്മാൾ അനിമൽസിൽ. ഉത്തരം പറ. സ്പെക്കുലം മെത്തേഡ്. എന്താണ്? സ്പെക്കുലം മെത്തേഡ്. അതുപോലെ ഡാഷ് ഈസ് ദ അപ്പാരറ്റ്സ് യൂസ്ഡ് ഇൻ ദ ഇൻസെമിനേഷൻ ഓഫ് ഗോട്ട്. ആർട്ടിഫിഷ്യൽ വജൈന അല്ല, ഫുൾ ആം ഗ്ലൗസ് അല്ല, വജൈനൽ സ്പെക്കുലം ആണ് അല്ലേ? അവിടെ ഫുൾ ആം ഗ്ലൗസിനൊന്നും ആവശ്യമില്ല. ഇനി ഡാഷ് എന്നത് ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് റെക്ടോ വജൈനൽ മെത്തേഡ്. റെക്ടോ വജൈനൽ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏത്? ഈസി ടു ഇൻസെമിനേറ്റ് സ്മാൾ അനിമൽസ് എന്ന് പറയുമ്പോൾ റെക്ടോ വജൈനൽ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് അല്ല. നിങ്ങളെ കൈ കൊണ്ടുപോയി എവിടെ ഗോട്ടിന്റെ രക്തത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കീറി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇത് അതിന്റെ അഡ്വാൻറ്റേജ് അല്ല. മനസ്സിലായി? ഇനി ഫ്യൂവർ ഡിസ്റ്റർബൻസ് അത് അഡ്വാൻറ്റേജ് ആണ്. ഇൻസെമിനേറ്റേഴ്സ് ഏബിൾ ഡയഗ്നോസ് പ്രഗ്നൻസി ആണ്. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി അല്ല. അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എ ആണ് അല്ലേ? ഇനി ഡാഷ് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹീറ്റ് സൈൻ. എന്തൊക്കെയാണ്? സ്ട്രിഞ്ചി ഡിസ്ചാർജ് ഫ്രം നോസ്ട്രിൽസ് ആണോ? തെറ്റാണല്ലേ. ഫ്രീക്വന്റ് ബെലോയിങ് ആണ്. സൊള്ളൻ വൾവ ആൻഡ് വജൈന അല്ലേ? അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. അതുപോലെ ഡാഷ് എന്നത് ഫോളോയിങ് ഈസ് നോട്ട് എ ഹീറ്റ് സൈൻ. നോക്കാം. ലോസ് ഓഫ് അപ്പിറ്റേറ്റ് ഹീറ്റ് സൈൻ ആണ്. ഫ്രീക്വന്റ് യൂറിനേഷൻ ഹീറ്റ് സൈൻ ആണ്. എക്സൈറ്റഡ് ആൻഡ് റെസ്റ്റ്ലെസ് ഹീറ്റ് സൈൻ. അല്ലാത്തത് ഇൻക്രീസ്ഡ് മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. ഇനി ദ ചാർട്ട് ഷോയിങ് ദ നെക്സ്റ്റ് എക്സ്പെക്ടഡ് ഹീറ്റ് ഈസ് കാൾഡ്. ഏതാണ്? ഹീറ്റ് എക്സ്പെക്ടൻസി ചാർട്ടാണ് അല്ലേ? അതുപോലെ ഡാഷ് ആണ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഹീറ്റ് ആക്യുറേറ്റ്ലി. വാസക്ടമൈസിന് ബുള്ളിന് ഉപയോഗിക്കാം, ടീസർ ബുള്ളിന് ഉപയോഗിക്കാം, ട്രെയിൻ ഡോഗ്സിന് ഉപയോഗിക്കാം. ആൾ ഓഫ് ദ ബോ ആണ്. ഇനി പ്രോപ്പർ ടൈം ഓഫ് ഇൻസെമിനേഷൻ ക്യാൻ ബി ഡിറ്റർമിൻഡ് ഇൻ അനിമൽസ് വിത്ത് അൺഒബ്സർവ്ഡ് ഈസ്ട്രസ് ഈസ് ബൈ. ഏത് വഴിയാണ്? ഏത് വഴിയാണ് മക്കളെ? പറ. ഫ്രീക്വന്റ് വജൈനൽ ഓർ റെക്ടൽ എക്സാമിനേഷൻ വഴിയാണ് സാധ്യമാകത്തുള്ളൂ. പഠിച്ചിട്ടുണ്ടല്ലേ? ഡാഷ് എന്നത് ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് റെക്ടോ വജൈനൽ മെത്തേഡ് ഓഫ് എ. നോക്കാം. ഫീവർ ഡിസ്റ്റർബൻസ് ആനിമൽ ഇഫ് പ്രഗ്നൻസി occurred in previous animals can be detected. ശരിയാണ്. ഈസി ടു ഇൻസെമിനേറ്റ് സ്മാൾ അനിമൽസ്. തെറ്റാണ് അല്ലേ? അപ്പോൾ റെക്ടോ വജൈനൽ ഉത്തരവിച്ചുകൊണ്ട് നമുക്ക് എ സ്മാൾ അനിമൽസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതല്ലാത്തത് എന്താണ്? സി ആണ്. ഇനി അറേഞ്ച് ദ ഇവന്റ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഇൻസെമിനേഷൻ ഇൻ കറക്റ്റ് ഓർഡർ. ഇൻസേർട്ട് ദ എ ഗൺ ലോവർ വിത്ത് 7 സ്ട്രോ. അതാണ് അത് ചെയ്യേണ്ടത്. അല്ല. എൻഷുർ ദ കറക്റ്റ് പ്ലേസ്മെന്റ് എ ഗൺ പുഷ് ഔട്ട് 7. അതല്ല. ജനറലി ഗൈഡ് ദ എ ഗൺ ത്രൂ ദ സർവൈക്കൽ ഫോൾസ് ബൈ ജനറലി ട്വിസ്റ്റിംഗ് ദ സർവീസ്. ഓക്കെ ഫൈൻ. ഫിക്സ് ദ സർവീക്സ്. ആദ്യം സർവീക്സ് ഫിക്സ് ചെയ്യണം. 4 ആദ്യം വരുന്നത് ബി മാത്രമേ ഉള്ളൂ. പിന്നെ 1 കറക്റ്റ് ആണ്. അപ്പോൾ ഏതാണ്? ബി ആണ് ഉത്തരം. ഇനി ഡാഷ് ഇത് സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈൻ. ഏതാണ്? ഏതാ മക്കളെ? മൗണ്ടിങ് ഓൺ അതർ എലിമെന്റ്സ് അല്ല. എന്താണ്? സ്റ്റാൻഡ് സ്റ്റിൽ വെൻ മൗണ്ടഡ് ആണ് സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈൻസ്. സ്റ്റാൻഡിങ് ഹീറ്റ് അല്ലേ? ഡി ആണ് ഉത്തരം. വാട്ട് ഈസ് വൺ ഓഫ് മേജർ ചലഞ്ച് ഇൻ ഡിറ്റക്ടിങ് ഈസ്ട്രസ് ഇൻ കൺഫൈൻഡ് കൗസ് ആൻഡ് ബഫലോസ്? എന്താണ് കാര്യം? ഈസ്ട്രസ് എസ്പെഷ്യലി വീക്ക് ആൻഡ് സംടൈംസ് നോട്ട് വിസിബിൾ. ഇത് കൺഫൈൻഡ് കെട്ടിയിട്ടേക്കാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും വിസിബിൾ ആവണമെന്നില്ല അല്ലേ? അതുപോലെ വാട്ട് ഹാപ്പൻസ് ഇഫ് എ കൗ ഓർ ബഫലോ ഫെയിൽസ് ടു കൺസീവ് അറ്റ് ദ അപ്രോപ്രിയേറ്റ് ടൈം? എന്ന് സംഭവിക്കൂടാ? എന്ത് സംഭവിക്കും? ഓപ്പൺ പീരീഡ് കൂടും അല്ലേ? ഓപ്പൺ പീരീഡ് വർദ്ധിക്കും. അതുപോലെ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഓപ്പൺ പീരീഡ് ആൻഡ് കാവിംഗ് ഇന്റർവെൽ? അതായത് ഇത്രയേ ഉള്ളൂ. ഓപ്പൺ പീരീഡ് കൂടിയാൽ കാവിംഗ് ഇന്റർവെൽ കൂടും. ഓപ്പൺ പീരീഡ് ഇൻക്രീസസ്, കാവിംഗ് ഇന്റർവെൽ ഇൻക്രീസസ്. ശരിയാണ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് നെസസറി ഫോർ സക്സസ്ഫുൾ ഹീറ്റ് ഡിറ്റക്ഷൻ? സക്സസ്ഫുൾ ഹീറ്റ് ഡിറ്റക്ഷന് ആവശ്യമില്ലാത്തത് ഏതെന്ന് വെച്ചാൽ ആക്യുറേറ്റ് ഐഡന്റിഫിക്കേഷൻ അനിമൽസ് ആവശ്യമാണ്, ബ്രീഡിംഗ് റെക്കോർഡ്സ് ആവശ്യമാണ്, സ്പെൻഡിങ് സഫിഷ്യന്റ് ടൈം ആവശ്യമാണ്, നൺ ഓഫ് ദ ആണ് ആവശ്യമല്ലാത്തത് അല്ലേ? അപ്പോൾ എന്താണ്? ഡി ആണ് ഉത്തരം. അതുപോലെ ഹീറ്റ് എക്സ്പെൻസസ് ചാർട്ട് ഷോസ്. എന്താണ്? ഡേറ്റ് ഓഫ് നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ഹീറ്റ് അല്ലേ? അതുപോലെ വിച്ച് ഗ്രൂപ്പ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് അനിമൽസ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് ടീസേഴ്സ്? ഓൺലി കൗസ് ആൻഡ് ബഫലോസ്. ഓൺലി ബുൾസ് ഓർ ബുള്ളക്സ്? ബുൾസ്, ബുള്ളക്സ് ആൻഡ് സം ട്രീറ്റഡ് കൗസ് ഫോർ ബഫലോസ്. ശരിയാണ്. ഇതാണ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സാധനം. അതാണ് സി ആണ് അല്ലേ? അതുപോലെ വാട്ട് കണ്ടീഷൻ ഇൻ കൗസ് ആൻഡ് ബഫലോസ് അലൗസ് ദം ടു യൂസ് ആസ് ടീസേഴ്സ്? സിസ്റ്റിക് ഓവറി ട്രീറ്റ് ചെയ്ത് എന്താണ്? ആൻഡ്രോസ്റ്റേഡിയോൺ വെച്ച് ട്രീറ്റ് ചെയ്ത ആൾക്കാരെയും കൂടെ ഫീമെയിൽസിന് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ടീസറായിട്ട് ഉപയോഗിക്കാം അല്ലേ? അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുൾസ് ആർ ജനറലി യൂസ്ഡ് ആസ് ടീസേഴ്സ്? താഴെ തരുന്നതിന് ബുൾസ് പറഞ്ഞിരിക്കുന്നത്. ബുൾസ് വിത്ത് നോർമൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉപയോഗിക്കുന്നില്ല. വാസക്ടമസ് ബുൾസ് ഓർ വിത്ത് ഡിഫ്ലക്റ്റീവ് പെൻസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ ബി ആണ് അതിൻ്റെ ഉത്തരം. അതുപോലെ വാട്ട് ട്രീറ്റ്മെന്റ് ഈസ് ഗിവൻ ടു ബുള്ളോക്സ് ടു ബി യൂസ്ഡ് ആസ് ടീസേഴ്സ്? ഏതാണ്? ഈസ്ട്രജൻ ട്രീറ്റ്മെന്റാണ് കൊടുക്കുന്നത് അല്ലേ? ബുൾസിന് ബുള്ളോക്സിന് ഈസ്ട്രജൻ ട്രീറ്റ്മെന്റ് കൊടുത്താൽ നമുക്ക് എന്താണ്? മൗണ്ടിങ് ബിഹേവിയർ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ തന്നെ ഉപയോഗിക്കാം. വൈ ആർ വാസക്ടമസ് ബുൾസ് യൂസ്ഡ് ആസ് ടീസേഴ്സ്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേ ക്യാൻ ഡിറ്റക്ട് ഹീറ്റ് ബട്ട് കനോട്ട് ഇംപ്രഗ്നേറ്റ്. അവർക്ക് കൃത്യമായി ഹീറ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ്? അവർക്ക് ഇംപ്രഗ്നേഷൻ പ്രഗ്നന്റ് ആക്കാൻ പറ്റത്തില്ല. അതുപോലെ വിച്ച് ഓഫ് ദീസ് ഈസ് യൂസ്ഡ് ആസ് എ ഡിറ്റക്ടർ ഓൺ ടീസർ ബുൾസ് ഫോർ ഈസ്ട്രസ് ഡിറ്റക്ഷൻ? നോക്കാം. ചിൻബാൾ ഡിവൈസ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ? അതുപോലെ ടെയിൽ പെയിന്റിംഗ് ഈസ് യൂസ്ഡ് ഓൺ വിച്ച് അനിമൽസ് ഫോർ ഈസ്ട്രസ് ഡിറ്റക്ഷൻ? നോക്കാം. ടെയിൽ പെയിന്റിംഗ് സാധാരണ ആർക്കാണ്? കൗസിനാണ് അല്ലേ? കൗസിലും ബൗൾസിനും ടെയിലിൽ പെയിന്റ് അടിച്ച് വെച്ചിട്ട് അത് പോയല്ലേ നോക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ചേഞ്ച് ഒബ്സർവ്ഡ് ഇൻ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ഡ്യൂറിംഗ് ഈസ്ട്രസ്? വജൈനൽ pH മാറും, മിൽക്കിംഗ് പാർൽ
വ്യത്യാസം ഉണ്ടായിരിക്കും, പ്രൊജസ്ട്രോണിൽ വ്യത്യാസം ഉണ്ടാകും, ഇൻക്രീസ്ഡ് അപ്പീറ്റ് ഉണ്ടാവില്ല, അപ്പീറ്റ് കുറയുക ചെയ്യുന്നത് അല്ലേ. അതുപോലെ വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ഓൺ ടീസർ ടു മാർക്ക് കൗസ് ആൻഡ് ബഫലോസ് ഡ്യൂറിങ് മൗണ്ടിങ്? ഏതാണ് ചിൻബാൾ ഡിവൈസ് അല്ലേ, ചിൻബാൾ ഡിവൈസ്. ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് വിച്ച് സബ്സ്റ്റൻസ് ഹെൽപ്സ് ഇൻ ഈസ്ട്രസ് ഡിസ്ട്രക്ഷൻ? എന്താണ് ഈസ്ട്രൽ മ്യൂക്കസിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മാറ്റം വരുന്നത് അല്ലേ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following heat detection methods provides information about accurate standing heat? എന്താണ് ഹീറ്റ് ഡിറ്റക്ഷൻ മെത്തേഡ്സിൽ ഏറ്റവും ആക്യുറേറ്റ് ഉള്ള സ്റ്റാൻഡിങ് ഹീറ്റ് തരുന്നത് എന്തിനാണ്? ഹീറ്റ് മൗണ്ട് ഡിറ്റക്ടർ ആണല്ലേ, KMR അല്ലേ, കമാർ അല്ലേ. ഇതാണ് ഏറ്റവും കൂടുതൽ സമയം സ്റ്റാൻഡിങ് ഹീറ്റ് ആണെങ്കിൽ മാത്രമേ നിന്ന് കൊടുക്കത്തുള്ളൂ, അപ്പോഴേ പോളിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ആ സാധനം റെഡ് ആയിട്ട് മാറത്തുള്ളൂ അല്ലേ. ഓക്കെ, അതുപോലെ വിച്ച് ഹോർമോൺ ലെവൽ ഇൻ ബ്ലഡ് ഓർ മിൽക്ക് ഈസ് മെഷർഡ് ടു ഡിറ്റക്ട്? അതുപോലെ വിച്ച് ഹോർമോൺ ലെവൽ ഇൻ ബ്ലഡ് ഓർ മിൽക്ക് ഈസ് മെഷർഡ് ടു ഡിറ്റക്ട് ഈസ്ട്രസ്? ഏതാണ്? പ്രൊജസ്റ്റിറോൺ ആണ് നമ്മൾ നോക്കുന്നത്. പ്രൊജസ്റ്റിറോൺ കുറഞ്ഞാൽ ഹീറ്റ് ആണെന്ന് അർത്ഥം. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ചേഞ്ചസ് ഡ്യൂറിങ് ഈസ്ട്രസ് ഇൻക്ലൂഡ്? ഫിസിക്കൽ ആക്ടിവിറ്റി എന്താണ്? റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും അല്ലേ. വിച്ച് ഓഫ് ദീസ് നോട്ട് യൂസ്ഡ് ആസ് ഡിറ്റക്ടർ ഓൺ ടീസർ ബേർഡ്സ്? ഗ്രീസ് ഉപയോഗിക്കാറുണ്ട്, കോളർ ഉപയോഗിക്കാറുണ്ട്, ടിൻബാൽ ഡിവൈസ് ഉപയോഗിക്കാറുണ്ട്, ടെയിൽ പെയിന്റിങ്ങിന് ഉപയോഗിക്കത്തില്ല. ഡി ആണ് ഉത്തരം. അതുപോലെ ബ്ലഡ് ഓർ മിൽക്ക് പ്രൊജസ്ട്രോൺ ലെവൽ ഡ്യൂറിങ് ഈസ്ട്രസ് എന്താ സംഭവിക്കുന്നത്? കുറയും അല്ലേ. കുറയും. കാര്യമുണ്ട്. എന്താ കാര്യം? താഴെ കമൻറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈസ്ട്രസ് പീരീഡിൽ താരതമ്യേന ബ്ലഡിലും മിൽക്കിലും കാണപ്പെടുന്ന പ്രൊജസ്ട്രോൺ ലെവൽ കുറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. താഴെ കമൻറ്റ് ചെയ്യും, പോയി റിസർച്ച് ചെയ്ത് കമൻറ്റ് ചെയ്യും. ChatGPT ആരോടാണ് ചോദിച്ചേ? ഓക്കെ, കണ്ടുപിടിക്കാ പോയി. ഓക്കെ, വെൻ ഡസ് മാക്സിമം ഈസ്ട്രസ് ആക്ടിവിറ്റി യൂഷ്വലി ഓക്കർ? മാക്സിമം ഈസ്ട്രസ് ആക്ടിവിറ്റി വൈകുന്നേരം 6 to വൈകുന്നേരം 6 AM വരെയാണ് അല്ലേ, രാത്രിയാണ് ഉണ്ടാവുക. അതുപോലെ ഹൗ ലോങ് ഷുഡ് ഒബ്സർവേഷൻ ഫോർ ഹീറ്റ് ഡിറ്റക്ഷൻ ക്യാരിഡ് ഔട്ട് ഡെയിലി? എത്ര? ഏകദേശം 30 minutes 2 to 3 times a day അല്ലേ. വാട്ട് ആക്ടിവിറ്റി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എ കൗ ഓർ ബഫലോ ഈസ് ഇൻ ഈസ്ട്രസ്? മൗണ്ടിങ് ഓൺ അതർ അനിമൽസ് ആൻഡ് സ്റ്റാൻഡിങ് ടു ബൗണ്ട്. ഏറ്റവും പെർഫെക്റ്റ് സാധനം എന്താണ്? സ്റ്റാൻഡിങ് ഹീറ്റ് അല്ലേ. അതുപോലെ വിച്ച് ഈസ് കൺസിഡർഡ് ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈൻ ഓഫ് ഈസ്ട്രസ് ബിഹേവിയർ? ഏതാണ്? സ്റ്റാൻഡിങ് ഹീറ്റ് ആണ്. അതുപോലെ വാട്ട് മസ്റ്റ് ബി എൻഷുർഡ് യൂസിങ് CCTV ക്യാമറ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ആനിമൽസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കിൽ മസ്റ്റ് ബി വിസിബിൾ അല്ലേ, കട്ടായി കാണാൻ പറ്റണം. എന്നാൽ മാത്രമേ CCTV വെച്ച് ഏതിനാണ് ഇളക്കമുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിസിയോളജിക്കൽ സൈൻ ഒബ്സർവ്ഡ് ഡ്യൂറിങ് ഈസ്ട്രസ്? യൂട്രൈൻ ടോൺ ഫിസിയോളജിക്കൽ സൈൻ ആണ്. മിൽക്കിംഗ് പാൽ ബിഹേവിയർ ഓക്കെ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ്ട്രസ് മിൽക്ക് ശരിയാണ്. ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് ഒന്നും ഉണ്ടാവത്തില്ല അല്ലേ. അതുപോലെ വാട്ട് ഈസ് ഓപ്പൺ പീരീഡ് ഇൻ ഡയറി കൗസ്? എന്താണ്? പീരീഡ് ബിറ്റ്വീൻ ദ 2 സക്സസീവ്, അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ സക്സസീവ് ആയിട്ടുള്ള കൺസെപ്ഷൻ മുതൽ കാവ്യം വരെയുള്ള സമയമാണല്ലേ. അതുപോലെ വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ലാക്ടേഷൻ പീരീഡ് ഇൻ കൗസ? സ്റ്റാൻഡേർഡ് ലാക്ടേഷൻ പീരീഡ് 305 ദിവസം നമുക്കറിയാം. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഡ്യൂറേഷൻ ഓഫ് ദ ഡ്രൈ പീരീഡ് ഇൻ കൗസ? 60 ദിവസമായിരിക്കണം നമുക്കറിയാം. വൈ ഈസ് പ്രോപ്പർ ഹീറ്റ് ഡിറ്റക്ഷൻ ക്രിട്ടിക്കൽ ഫോർ സക്സസ്? എത്രയേ ഉള്ളൂ? ടു ഇൻസമേറ്റ് ആനിമൽസ് അറ്റ് ദ റൈറ്റ് ടൈം ഫോർ കൺസെപ്ഷൻ. കറക്റ്റ് സമയത്ത് ഹീറ്റ് അറിഞ്ഞാൽ മാത്രമേ കറക്റ്റ് സമയത്ത് ഇൻസമേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ വിച്ച് ഡിവൈസ് ഈസ് അറ്റാച്ച് ദ ബുൾസ് ചിൻ ഫോർ ഹീറ്റ് ഡിറ്റക്ഷൻ? ഏതാണ്? ചിന്നിൽ വയ്ക്കുന്ന ചിൻബാൾ മേറ്റിംഗ് ഡിവൈസ് ആണ് വയ്ക്കുന്നത് അല്ലേ. അതുപോലെ വാട്ട് സബ്സ്റ്റൻസ് ആർ യൂസ്ഡ് ഓൺ ദ ടീസർ ബുൾസ് ബ്രിസ്ക്കറ്റ് ആൻഡ് കോളർ ഫോർ മാർക്കിംഗ്? പെയിൻറ്റ് അല്ലെങ്കിൽ ഗ്രീസ് അല്ലെങ്കിൽ ഡൈ ആണ് ഉപയോഗിക്കുന്നത്. ഗ്രീസോ ഡൈയോ നമ്മളെ ബിസ്ക്കറ്റിൽ തേച്ച് വെച്ചേക്കും, അത് പോയി മറ്റേ പുറത്ത് പുരട്ടി കൊടുക്കും. ഹൗ ആർ ട്രെയിൻ ഡോഗ്സ് യൂസ്ഡ് ഹീറ്റ് ഡിറ്റക്ഷൻ? എന്താണ്? ടു പിക്കപ്പ് ഫീമെയിൽസ് ഇൻ ഹൈറ്റ് ബൈ ഡിറ്റക്ടിങ് ദെയർ സെൻറ്റ്. അതിൻ്റെ മണം വെച്ചിട്ടാണത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ അബൌട്ട് ഹീറ്റ് ഡിറ്റക്ഷൻ കാറ്റിൽ. ഈസ്ട്രസ് എക്സ്പ്രഷൻ ഈസ് ആൾവേസ് ഇൻറ്റൻസ് ഇൻ കൺഫൈൻഡ് കൗസ് ആൻഡ് ബഫലോസ്. തെറ്റാണ്. ഈസ്ട്രസ് എക്സ്പ്രഷൻ കുറവായിരിക്കും കൺഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്? ബിയും സിയും നമ്മൾ വെട്ടിക്കളഞ്ഞു. കാരണം ബിയിലും സിയിലും ഒന്ന് ശരിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിയും സിയും എന്ന ഓപ്ഷൻ ഒരിക്കലും വരില്ല. അടുത്ത് നോക്കാം. വീക്ക് ഈസ്ട്രസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ജനറ്റിക് മേക്കപ്പ്. വീക്ക് ഈസ്ട്രസ് ആക്ടിവിറ്റിക്കും ജനറ്റിക് മേക്കപ്പിനും ബന്ധമുണ്ട്. ജനറ്റിക് മേക്കപ്പ് ചിലപ്പോൾ അത്ര മതിലക്ഷണം കാണിക്കണമെന്നില്ല. അത് ശരിയായ പ്രസ്താവനയാണ്. അത് എയിലും ഡിയിലും ഉണ്ട്. ഇൻക്രീസ് ഇൻ ഓപ്പൺ പീരീഡ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ കാവിംഗ് ഇൻ്റർവൽ. അതും ശരിയായ പ്രസ്താവനയാണ്. രണ്ടിലും ഉണ്ട്. ടീസർ ബിൾസ് ക്യാൻ ആൾവേസ് ഡിറ്റക്ട് ഈസ്ട്രസ് ആക്യുറേറ്റ്ലി എന്ന് പറഞ്ഞാൽ അത് തെറ്റായ പ്രസ്താവനയാണ്. ചിലപ്പോൾ അത് അല്ലാതെ കയറി മൗണ്ട് ചെയ്തിട്ടും പോകാം അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താണ് ഉത്തരം? ഏതാണ്? എ ആണ്. 2, 3 ആണ്. അടുത്ത ദിവസം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ യൂസ് ഓഫ് ടീസർ ബുൾസ്. ടീസർ ബുൾസുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവന. ബുള്ളോക്സ് ട്രീറ്റഡ് വിത്ത് ഈസ്ട്രജൻ തെറ്റായ പ്രസ്താവന. ഈസ്ട്രജൻ ആർ യൂസ് ആസ് ടീസർ ശരിയായ പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ശരിയെ തെറ്റെന്ന് ആരൊക്കെ പറഞ്ഞിരിക്കുന്നു? എയും പറഞ്ഞിരിക്കുന്നു, ഡിയും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വെട്ടിക്കളയാം. വാസക്ടമീസ് ബിൾസ് ക്യാൻ ബി യൂസ് ആസ് ടീച്ചേഴ്സ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതും ശരിയാണ്. അത് ശരിയായത് കൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് സി പറയുന്നു. അതിനെയും വെട്ടിക്കളയാം. ഉത്തരം ബി ആയിരിക്കും. ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് പോകാം അല്ലേ. ബാക്കി 2നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. 3 ശരിയായിരിക്കും.
ഉണ്ടോ? ടീച്ചർ ബിൽസ് ലീവ് മാർക്സ് ഓൺ ഹൗസ് വിത്ത് മാർക്കിംഗ് ഡിവൈസ്. 4 ടീച്ചർ ബിൽസ് റിക്വയർ നോ സ്പെഷ്യൽ കെയർ ഫോർ മാനേജർ. തെറ്റ് അല്ലേ? ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ഒബ്സർവേഷൻ ഇൻ ഹീറ്റ് ഡിറ്റക്ഷൻ. മാക്സിമം ഈ സ്ട്രെസ് ആക്ടിവിറ്റി ഒക്കേഴ്സ് ഡ്യൂറിങ് ഏർലി മോർണിംഗ് ആൻഡ് ലേറ്റ് ഈവനിങ്. ശരിയാണ് അല്ലേ? ട്രൂ അല്ലേ ചോദിച്ചിരിക്കുന്നത്? ശരിയാണോ? അപ്പോൾ അതുകൊണ്ട് ഇത് വെട്ടിക്കളയാം. ഒബ്സർവേഷൻ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 30 minutes 2 to 3 times a day. അതും ശരിയാണ്. ഇത് വെട്ടാം, ഇത് വെട്ടാം. ആയിരിക്കും ഉത്തരം. കണ്ടോ? പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ 3 വന്നുകൊണ്ട് അനിമൽസ് ഈസ്റ്റസ് അവോയ്ഡ് സ്റ്റാൻഡിങ് ടു ബി മൗണ്ടഡ് അല്ലേ? അതും തെറ്റാണ്. അപ്പോൾ മക്കളെ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതുപോലെ ഇതിൻ്റെ പരീക്ഷയിൽ ഡെയിലി എക്സാമിനേഷനിൽ ഇനിയും ഒരു 15ഓളം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്ത് വരുന്ന വീക്കിലിയിൽ പ്രത്യേകം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മന്ത്ലിക്ക് വേണ്ടിയും ഈ ഭാഗത്തു നിന്നുള്ള കിടിലം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ എന്തിൽ വരത്തുള്ളൂ? നിങ്ങൾ റാങ്കിൽ വരത്തുള്ളൂ. നിങ്ങൾ റാങ്കിൽ വരുമ്പോഴത്തേക്കും വെറും റാങ്കിലാണ് വരേണ്ടത്. 1ാമത്തെ റാങ്ക് 14 ജില്ലകളിലും. അത് വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾ കട്ടയ്ക്ക് മരിച്ച് പഠിച്ച് നിന്നാൽ മതി. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ എഴുതി ഒട്ടിച്ച് വെക്കണം 1ാം റാങ്ക്. നിങ്ങൾ ഏത് ജില്ലയിലാണോ നിങ്ങളുടെ പേര് ചേർത്തിട്ട് ഞാൻ നേടുമെന്നല്ല, ഞാൻ നേടി 1ാം റാങ്ക് വാർത്ത പോലെ എഴുതി ഒട്ടിച്ച് വെക്കുക. മനസ്സിലായില്ലേ? അതിൻ്റെ ടെക്നിക്കെല്ലാം ഞാൻ ലൈവിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, ആ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഡേ ലൈവിൽ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് കാണാം, പവറാക്കണം. എന്നെന്നും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്ന സംശയമൊന്നും വേണ്ട. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് യൂട്യൂബിൽ ഈ ക്ലാസ് പബ്ലിഷ് ചെയ്യാം. ഓക്കേടാ. അപ്പോൾ നമുക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കിൽ വന്നിട്ട് നമുക്ക് നേരിട്ട് കാണാം.